ആർട്ടിസ്റ്റാ. തീർന്നു, അവിടെ തീർന്നു. ചോദ്യവും പറച്ചിലും ഇല്ല, ഒന്നുമില്ല, അവിടെ കഴിഞ്ഞു സംഭവം. തൊഴിലില്ലാത്തവൻ, അതാണ് ആർട്ടിസ്റ്റ്. നമ്മൾ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആവണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കമ്മീഷന്റെ വർക്ക് വരും. അപ്പൊ എന്നോട് പറയും ഫ്രണ്ടിലേക്ക് പോയെന്ന് പറയും, ഫ്രണ്ടിലത്തെ ബെഞ്ചിൽ എടുത്തിട്ട് എന്നോട് പറയും നീ എന്നാ വരയ്ക്കെന്ന് പറയും. അപ്പൊ ആൾക്കറിയാം, ഓൾറെഡി അറിയാം ഞാൻ ഇങ്ങനെ ചെറുതായി വരയ്ക്കുന്നുള്ളത്. ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയാണ്, വോൾ ആർട്ട് ഫീൽഡിലോട്ട്. അന്ന് ഈ പറഞ്ഞ പോലെ നമ്മള് ഒരു റേറ്റ് പറയണം, കാരണം നമുക്ക് വേറെ രക്ഷയില്ല. എന്റെ ചാനല് വുഡ്പെക്കർ ഒഫീഷ്യൽ. സെർച്ച് ചെയ്ത കിട്ട വലിയ പാടുള്ള ഒരു സാധനമാണ്. ജോബിൻ ജയലക്ഷ്മിയാണ് എന്റെ പേര്, രണ്ടും ഞാൻ ഇട്ടിട്ടുണ്ട്. വുഡ്പെക്കർ ഒഫീഷ്യൽ എന്നാണ് എന്റെ പ്രോപ്പറായിട്ടുള്ള എന്റെ ഞാൻ ഇപ്പൊ നിലവിൽ യൂസ് ചെയ്യുന്ന യൂട്യൂബ് ചാനലും അത് തന്നെയാണ്, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമും. എന്റേത് മെസ്സി മിഡാസ്. ഇപ്പം യൂട്യൂബ് തുടങ്ങിയ ടൈമിൽ ഇട്ട പേരാണ്. അതാണ് എന്റെ ഇൻസ്റ്റാ ഹാൻഡിലും യൂട്യൂബിൽ അങ്ങനെ വ്ളോഗ് അധികം ഇടാറില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഷൂട്ടില്ലെങ്കിൽ ഇന്ന് വീട്ടിൽ നിന്ന് ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മനസ്സിലായി, നമ്മളൊരു പ്ലാൻ ചെയ്തിരിക്കുമ്പോ വേറെ ഒന്നും വരും. അല്ല, അത് ഞാൻ നെഗറ്റീവ് പറഞ്ഞല്ല, ഇവിടെ വന്ന് എന്തുകൊണ്ട് പോസിറ്റീവ് അല്ലേ 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 അപ്പൊ അതാണ്. അത്രേ ഉള്ളൂ. എന്റേത് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ആർട്ടിസ്റ്റ് നിഷാദ് എന്നാണ്. അപ്പൊ മുമ്പ് ഞാൻ ഈ ഷെയ്ഡഡ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ആയിരുന്നു. ഇപ്പൊ 2 അക്കൗണ്ട് ഉണ്ട്, പക്ഷേ ആർട്ടിസ്റ്റ് നിഷാദ് എന്ന അക്കൗണ്ടാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, ഈ ഷെയ്ഡഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് വെച്ചാൽ നമ്മുടെ സ്വന്തം പേരിൽ ഒരു സാധനം, അല്ലാതെ വേറൊരു പേരിൽ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയില്ല എന്താണ്. അപ്പോൾ സ്വന്തം പേരിലൊരു ബ്രാൻഡ് പോലെ ആവുന്നുള്ള രീതിയിലായിരുന്നു എന്നെ കിട്ടുന്നത്. പിന്നെ യൂട്യൂബിൽ ഇപ്പോൾ റീസെൻ്റ്ലി മുമ്പ് കുറേ വീഡിയോസ് ചെയ്യായിരുന്നു, പക്ഷേ പിന്നെ അതങ്ങനെ ഡൗൺ ആയപ്പോൾ അങ്ങനെ നിർത്തി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വീഡിയോസ് അല്ല, മറ്റേ ഷോർട്സ് അല്ലേ, അതാണ് ചെയ്യുന്നത്. ഞാൻ വരുന്നത് ചാവുകാട് നിന്നാണ്. ഞാൻ മെയിൻലി ഇവിടെ എറണാകുളത്ത് ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കിംഫ്രൈൽ. വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ആർട്ട് വർക്ക്സ് ആണ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് മീഡിയംസ്, എല്ലാ ടൈപ്പ് മീഡിയംസും. ഡിജിറ്റലാണ് ആദ്യം ചെയ്തു വന്നിരുന്നത്, ഇപ്പോൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ എക്സ്പെരിമെൻറ്റ്സ് ആണ് കുറേ. എൻ്റെ സുഹാൻ സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പേരിൽ വന്നേക്കുന്നത്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ പണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട ഒരു 2 പേജും കൂടി ഉണ്ട്. അത് ഒന്ന് ആർട്ട് ഓഫ് കൊച്ചിൻ, ഞങ്ങളൊരു 4 പേരായിരുന്നു ഈ വോളാട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് മുതൽ ഉള്ള വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ ഉള്ളത് ദ ഡ്രീം മൊമെന്റ് എന്ന് പറയുന്ന, അത് എൻ്റെ തന്നെ സ്ഥാപനമാണ്, അതിലും വർക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അത് ഈ പറഞ്ഞ പോലെ ടെക്സ്ചർ കാര്യങ്ങൾ, അങ്ങനെ ആർട്ട് വർക്കിൻ്റെ. ഡിജിറ്റൽ ആർട്ടിലേക്ക് തിരിയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. ഞാനിങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണമല്ലോ, അപ്പോൾ അങ്ങനെ അതുവഴിയാണ് എല്ലാവരും ഡിജിറ്റൽ ആർട്ട് കണ്ടു തുടങ്ങുന്നത് അല്ലേ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴി. അപ്പോൾ അതിൻ്റെ മുന്നേ ഒന്നും അധികം ആൾക്കാരധികം പരിചയം ഉണ്ടാവില്ല എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കത് ആ ഒരു മീഡിയം ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടൊരു ട്രൈ നടത്തി. അപ്പോൾ അത് കുറച്ചുകൂടെ ആൾക്കാർ കുറച്ചുകൂടെ പ്രോത്സാഹനം കിട്ടി. കുറച്ചുകൂടെ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം കൂടെ അല്ലേ? അതെ, ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവം. കാരണം വെച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും ട്രൈ ഔട്ട് ചെയ്യണമെന്ന്, എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ട്രൈ ഔട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനത് എങ്ങനെയെങ്കിലും സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഐപാഡ് വാങ്ങിച്ച്. ആ സമയത്തൊന്നും എനിക്ക് അത്ര അഫോർഡബിൾ ആയിരുന്നില്ല ഐപാഡ് വാങ്ങിക്കാന്ന് പറഞ്ഞെങ്കിൽ. അതെങ്ങനെയൊക്കെ വാങ്ങിച്ച് പിന്നെ അതിൽ ട്രൈ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ കുറച്ചുകൂടി ബെറ്ററായി തുടങ്ങിയപ്പോൾ കുറേ ആർട്ട് വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. പ്രോക്രിയേറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കുറേ ടൂളുകൾ ഉണ്ട്, പ്രോക്രിയേറ്റ് മാത്രമല്ല, പക്ഷേ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് പ്രോക്രിയേറ്റിനകത്ത്. കുറേ കൺട്രോൾസും കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ പ്രോക്രിയേറ്റ് തന്നെ പുതിയ ആനിമേഷൻ ചെയ്യാൻ പറ്റുന്ന വേർഷൻ ഇറക്കിയിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ആണ് പേയ്മെന്റ് ചെയ്തിട്ട് വാങ്ങിക്കണം നമ്മള്. പേയ്മെന്റ് അവിടെ പരിപാടിയില്ല ശരിക്കും. അതൊരു വലിയ പ്രശ്നമാണ്. എനിക്ക് ഈ പേഴ്സണലി ചില ടൂളുകൾ ഭയങ്കര ക്രഷുള്ള ടൂളുകളുണ്ട്. എനിക്ക് അത് വാങ്ങിക്കാൻ എത്ര ട്രൈ ചെയ്തിട്ട് നടക്കാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത് അതിന്റെ അതേപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ടൂളുകൾ നമ്മൾ കയ്യിലുള്ളത് വെച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ബെൽറ്റ് സാൻഡർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, സെക്സി സാധനം. ആ സാധനം ഉണ്ടല്ലോ ശരിക്കും, അതില് എനിക്ക് ചാവുന്നതിന് മുന്നേ അതിലൊന്ന് തൊട്ടിട്ട് ചത്താ മതി. അതൊക്കെ എന്താ സാധനം, എന്താ എളുപ്പം അറിയോ. ഒരു നൈഫൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഒരു ദിവസം 10 നൈഫ് ഉണ്ടാക്കാം. ആ സാധനം ഉള്ളവർക്ക് ഒരു ദിവസം 10 നൈഫ് സിമ്പിൾ ആയിട്ട് ഒരു മെഷീൻ. അതൊരു സാൻഡിങ് സാധനം, ബെൽറ്റ് ഇങ്ങനെ ഇത് ചെയ്തോണ്ടിരിക്കും, റൊട്ടേറ്റ് ചെയ്യും. നമ്മളതിൽ ജസ്റ്റ് മെറ്റൽ വെച്ച്
പോയാൽ മതി. വുഡും എല്ലാ സാധനവും ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാം. ഇപ്പൊ നമ്മള് സാൻഡറിൽ യൂസ് ചെയ്യണം. യാ. വട്ട സാൻഡർ. വട്ട സാൻഡർ അല്ലെങ്കിൽ മറ്റേ സാധനം. ഞാൻ ചെയ്യുന്ന അങ്ങനല്ല. എന്റെ നൈഫ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഒരു ഇതുണ്ട്, അതിന് പ്ലഞ്ച് സംതിങ് അങ്ങനെ എന്തോ പറയുന്നേ. ഒരു ചെറിയൊരു സാധനത്തിൽ ഒരു കമ്പി വെച്ചിട്ട് അതില് ഫയൽ ഉണ്ടാവും. ഫയലില്ലേ, ആ ഫയൽ വെച്ചിട്ട് ഫയൽ ചെയ്താ കുറയ്ക്കണേ. വേറെ അത് കാരണം നൈഫ് എന്ന് പറയുന്ന സാധനം ഒരു ഇങ്ങനൊരു ഒരു എന്താ പറയാ, ഒരു രണ്ട് സൈഡും ഒരേപോലെ കിട്ടണം. അത് നമ്മുടെ സാധനങ്ങൾ ആളുകൾ കാണുമ്പോൾ വാവ് എന്ന് പറയുന്നതിന്റെ ഒറ്റ കാര്യം ഞാൻ അതിൽ അത്രയും വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. സെയിം സാധനം നിസ്സാരമായിട്ട് എനിക്ക് ചെയ്യാം. അതേപോലത്തെ സാധനം ഇതില് ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ നൈഫിന്റെ ഹാൻഡില്. അതിന് മൊസൈക്ക് പിൻ എന്ന് പറയും. ഓക്കെ, മൊസൈക്ക് പിൻ, അതായത് ഇതിന്റെ ഹാൻഡിൽ ഇടുന്ന സാധനം. ആ സാധനം ഏതാണ്ട് 5,000 rupees ഉണ്ട്. ഓക്കെ, ഞാൻ ആ സാധനം വാങ്ങിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ അടുത്ത എന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് നേരെ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം, ഹൗ ടു മേക്ക് മൊസൈക്ക് പിൻ. ഈ സാധനത്തിലോട്ട് കയറാം. പിന്നെ അതും ശരിക്കും ഒരിക്കലും ഒരു സാധനം നമ്മൾ വേണം എന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കണ്ട് നിർത്തരുത്. ഒരുപാട് പേരുടെ വീഡിയോസ് കാണാം. അതിൽ നിന്ന് ഈസി ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോ ചെയ്യുന്ന വേ അതാണ്. അതായത് പലരുടെയും വീഡിയോ കണ്ടിട്ട് ഇവരാരും ചെയ്യാത്തൊരു സാധനം ഞാൻ കണ്ടുപിടിക്കും. ഇവരൊന്നും യൂസ് ചെയ്യാത്ത, അല്ലെങ്കിൽ മേ ബി അവർ യൂസ് ചെയ്യുന്നതും അവർ പറയാത്തതുമായിട്ടുള്ള ഒരു സാധനം ഉണ്ടാവും. അത് കണ്ടുപിടിക്കും. കാരണം അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപാട് പേരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു വേ ഉള്ളത്. അത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ബാക്കി ചെയ്യാം. ഞാൻ ആക്ച്വലി എനിക്ക് എന്റെ അമ്മയുടെ അപ്പൻ വന്നിട്ട് പുള്ളി തമിഴാണ്. പുള്ളിക്കാരൻ ഡ്രോയിങ് മാസ്റ്റർ ആയിരുന്നു. എന്റെ അമ്മയും വരയ്ക്കും. ബട്ട് ഞാൻ വരയ്ക്കില്ല. അതാ വേറൊരു കാര്യം. ഞാൻ വരയ്ക്കുന്നത് കുറവാണ്, വളരെ കുറവാണ്. ഞാൻ വളരെ റയറായിട്ട് വരയ്ക്കുന്നേ ഉള്ളൂ. സ്കെച്ച് വളരെ കുറവാണ് ഞാൻ ചെയ്യുന്നത്. ഇല്ലില്ല, സ്കെച്ച് ചെയ്യുന്നൊക്കെ വളരെ കുറവാണ്. സ്കെച്ചിങ് ഉണ്ട്, ഞാൻ ചെയ്യും, പക്ഷേ അതല്ല എന്റെ സൈഡ്. ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന എന്റെ ഉള്ളിൽ എനിക്കതൊരു ഫോമായി വരുന്നതെന്ന് പറയുന്നത്, എനിക്ക് വലിയ ഫാമിലി, അപ്പോൾ കസിൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് എൽഡേഴ്സ് ആരുമില്ല, ഞാനാണ് എൻ്റെ വീട്ടിലെ മൂത്തത്. പക്ഷെ ഫാമിലി കണക്റ്റഡ് ആണ്. എല്ലാവരും തൊട്ടടുത്തടുത്തൊക്കെ താമസിക്കുന്നുണ്ട്. കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ടൈമൊക്കെ ആ ടൈം. അപ്പോൾ എൻ്റെ എൽഡേഴ്സ് കസിൻസ് യൂസ് ചെയ്തിട്ട് പഴയ സാധനങ്ങളാണ് എനിക്ക് കിട്ടുക. ഓക്കെ, ബാഗും സാധനങ്ങളും ഈവൻ ഡ്രസ്സ് പോലും ഇങ്ങനെ കിട്ടുക. അപ്പോൾ ഇതിലെന്തേലും ഒക്കെ ഉണ്ടാവും. ബാഗ് ആണെങ്കിൽ സിബിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ കീറിയിട്ടുണ്ടാവും. സോ ഞാൻ ഇതിനെ ഡെവലപ്പ് ചെയ്തു തുടങ്ങി. ഓക്കെ, ഇതെങ്ങനെ മാറ്റാം, ഈ കീറിയത് എങ്ങനെ മാറ്റാം. ഇതിൽ നിന്നാണ് ശരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ ക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ്. എന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം അതാണ്. ഞാൻ അങ്ങനെയാണ് പിന്നെ ഓരോ സാധനങ്ങളും, ഇപ്പോ സ്റ്റിച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന അവിടെ നിന്നാണ്. ഒത്തിരി മെറ്റീരിയൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ഈ ക്രാഫ്റ്റില് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറെ സാധനങ്ങളുണ്ട്. നമുക്ക് ഒന്നും പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. ശരിക്കും ഈ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, എനിക്ക് ശരിക്കും അങ്ങനെയാണ്. ഞാൻ എന്റെ ആ ഉള്ളിലുള്ള ഒരു ആർട്ട് സാധനം എനിക്ക് ഫോമായി കിട്ടുന്ന ശരിക്കും അങ്ങനെയാണ്. അതെ അതെ, നമുക്ക് എനിക്കൊരു സ്ഥാപനം ഉണ്ടായിരുന്നു, ഡ്രീം മൂവ്മെന്റ്, ഇപ്പോഴും ഉണ്ട്, അത് വേറെ വർക്ക് ചെയ്യുന്നുണ്ട്. അതില് ടെക്സ്ചർ വർക്കുകൾ, ഇന്റീരിയർ ആർട്ട്, ക്രാഫ്റ്റ്. പുള്ളി ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പിംഗ്, സ്റ്റോൺ ആർട്ട് വർക്ക് ആണെങ്കിൽ നമ്മള് മതിലുകളിൽ അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യും. പക്ഷെ വീട്ടുകാർക്ക് ഞാൻ വെറൊരു പെയിന്ററാണ്. അത് നോക്കുമ്പോ നമ്മുടെ വീടുകളിൽ പെയിന്റ് അടിക്കാൻ പോണ പോലെയാണ് എല്ലാ സാധനവും. നമ്മൾ പെയിന്റിന്റെ എല്ലാ സാധനവും യൂസ് ചെയ്യുന്നത്, അത് വാൾ പുട്ടിയുടെ സാധനങ്ങൾ തന്നെ യൂസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ നമ്മള് ചെറിയ ചെറിയ ടൂൾസുകൾ വേറെ ഉണ്ടാവും. പക്ഷെ ഞാൻ പെയിന്ററാണ്. എന്താണെന്നറിയോ, ആർട്ട് എന്ന് പറയുന്ന സാധനം ഇന്നേ വരെ ഒരു ജോലി എന്നുള്ളൊരു കാറ്റഗറിയിലോട്ട് വന്നിട്ടില്ല. അല്ല, അത് നമ്മുടെ ഇവിടെ മാത്രമുള്ള പ്രശ്നമാണ്. ബാക്കി പുറത്തോട്ടൊക്കെ നോക്കി. പക്ഷെ കേരളത്തിൽ ഇപ്പം മാറ്റമുണ്ട്. ഈ തേജസ് ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിയുണ്ട്, ചേട്ടന് അറിയാമോ? ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് പുള്ളിയുടെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോഴാണ് പുള്ളി ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. പുള്ളിയുടെ 2 ഫ്രണ്ട്സ് ഉണ്ട്, അവർ ഫുൾ ടൈം ആർട്ടിസ്റ്റ് ആണ്. അവർ അധികം നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്ത് ഒരാൾ നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ഇതുപോലെ ബാർഗെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നിന്ന് കൊടുക്കും. കാര്യം നമ്മളെ അവസ്ഥ അതാണ്. പക്ഷെ അവർക്ക് അങ്ങനെയല്ല. അവർക്ക് ഇഷ്ടംപോലെ വർക്ക് ഉള്ളത് കൊണ്ട് അവര് പറയുന്ന പ്രൈസ് ആണ്. മനസ്സിലായില്ലേ? അപ്പം 2 പേരുടെ പേര് പറഞ്ഞാണ്, പക്ഷെ എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. അപ്പം കേരളത്തിൽ ഇപ്പം മാറ്റങ്ങൾ സംഭവിച്ചു വരണുണ്ട്. മാറ്റങ്ങളുണ്ട്. പക്ഷെ മെയിൻ കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പോ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഒരു ആർട്ടിസ്റ്റ്, ഓക്കെ, ഒരു കല്യാണ ആലോചന വരികയാണ്.
എന്താണ് അവനൊരു ആർട്ടിസ്റ്റാണ്. തീർന്നു, അവിടെ തീർന്നു. ചോദ്യവും പറച്ചിലുമില്ല, ഒന്നുമില്ല, അവിടെ കഴിഞ്ഞു സംഭവം. തൊഴിലില്ലാത്തവൻ, അതാണ് ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോ ഒരുപാട് വരയ്ക്കുവോ, വേറെ എന്താ ചെയ്യാ, അതാണോ ഇതാണോ, ഇതാ പ്രശ്നം. ഞാൻ വന്നത് അത് എനിക്ക് അസൂയ എന്ന് പറഞ്ഞത് ഭയങ്കര വലിയ 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 അത് മിക്ക ആർട്ടിസ്റ്റിനും ഉണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ചേട്ടന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ലൈക്ക് ചെയ്തിട്ടില്ല. അസൂയ അത് എനിക്കത് ഭയങ്കര വലിയ കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് വരച്ച് ഞാനിങ്ങനെ മുറിച്ചു കൂട്ടി ഇതുവരെ എത്തിയത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് എന്നെ 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തത്. വീടിന് അടുത്തൊരു ഗവൺമെന്റ് സ്കൂളുണ്ടായിരുന്നു, ഉരുട്ടമ്പലം LP, ചേട്ടൻ അറിയായിരിക്കും ഉരുട്ടമ്പലം. അവിടെയാണ് എന്നെ കൊണ്ട് ചേർത്തത്. അപ്പം ക്ലാസ്സില് നമ്മള് അവിടെ മ്യൂസിയത്തിൽ പോയി മൃഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കണ്ടിട്ട് തിരികെ വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു ഇതേപോലെ എല്ലാവർക്കും ലീഗൽ ഷീറ്റ് തന്നു. പറഞ്ഞു അടുത്ത ദിവസം വരുമ്പോൾ നിങ്ങൾ കണ്ടത് എന്താണോ അത് വരച്ചിട്ട് വരണം. ഞാൻ ഇങ്ങനെ വീട്ടിൽ വലിയ ജാടയിലൊക്കെ പോവുകയാണ്. ഞാൻ വീട്ടിൽ ആകെ 2 കളറേ ഉള്ളൂ, ഒരു ഗ്രീൻ കളർ മാർക്കറും ഒരു ബ്ലാക്ക് കളർ മാർക്കറും. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിചാരിക്കുന്ന ഒരു ടിങ്കു എന്ന് പറയുന്ന സിംഹത്തിനെ കണ്ടു. അത് വലിയ പണ്ട് നമ്മൾ ഇതിന്റെ പ്രോജക്റ്റിന്റെ ഷീറ്റ് മേടിക്കൂലേ, മറ്റേ ഓരോ പിക്ചർ അതുപോലെ വരച്ചുകൊണ്ടിരുന്നത്. ടീച്ചറിന്റെ കണ്ണ് കെട്ടണം, ഇത് കണ്ണ് മഞ്ഞൾ, അതായിരുന്നു എന്റെ ചിന്ത. ഞാൻ എവിടെ നിന്ന് വരച്ചിട്ട് എവിടെയെങ്കിലും എത്തോ, ഇല്ല, അവരുടെ അടുത്ത് എത്തിയില്ല. ഞാൻ എന്നിട്ട് ക്ലാസ്സിൽ കൊണ്ട് വരച്ചൊന്നും ആയില്ല, ശരിയായില്ല. ആദ്യമായിട്ട് ഞാൻ വരയ്ക്കാൻ ശ്രമിക്കണത് അപ്പോഴാണ്. അതിന് മുന്നേ ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. 5 വയസ്സുള്ളപ്പോൾ ക്ലാസ്സിൽ കൊണ്ടുപോയപ്പോൾ ഒരു പയ്യൻ മുസ്ലിമാണ്, അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് അവന്റെ പേര് ഓർമ്മയില്ല, ഇത്രയും പ്രായമായില്ല. അത് എന്ത് ഓർമ്മയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഇത്തിരി ഫിസിക്കലി കുറച്ച് എല്ലാരെയും ഉപദ്രവിക്കാനൊക്കെ സൈസുള്ള കരുത്തുള്ള ഒരു പയ്യനാണ്. അതുകൊണ്ട് എനിക്ക് അത് ഓർമ്മയുണ്ട്. കഞ്ഞി കുടിക്കാനൊക്കെ പോകുമ്പോഴില്ലേ വന്ന് തട്ടയും മുട്ടയൊക്കെ ചെയ്യുന്നത്, അങ്ങനെ. അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. അതെ. അപ്പൊ അങ്ങനെ അവൻ ഒരു 5-ൽ ഒരു തത്തയെ വരച്ചിട്ട് വന്നു. 5-ൽ. അപ്പൊ ഞാൻ വരച്ച വെറും കുളമാണ്, ഒന്നുമില്ല അതില്. അതുകൊണ്ട് പേപ്പർ കാണിക്കാൻ ടീച്ചറിന്റെ അടുത്തില്ല. ടീച്ചർ അവൻ തത്ത വരച്ചെന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. എനിക്കത് രസിച്ചില്ല. ഞാൻ പോയി അവൻ്റെ അടുത്ത് പോയി അങ്ങനെ വരച്ചത്. അവൻ പറയുന്നത്. ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഭയങ്കര ഷോ ഇറക്കലായിരുന്നു. അമ്മ ഇതുപോലെയാണ്, ഞാൻ തത്തയൊക്കെ വരയ്ക്കാനൊക്കെ പഠിച്ചു. അമ്മയ്ക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല, കൊള്ളാം. അതൊക്കെ എന്റെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓർമ്മ കാണില്ല. പിന്നെ അതിനുശേഷം ഇതുപോലെ പള്ളിയിൽ സൺഡേ സ്കൂൾ, ഞാൻ CSI ആണ്, സൺഡേ സ്കൂൾ വർക്ക് ബുക്കിന്റെ അകത്ത് ഇതേപോലെ ഒരു തീയുടെ ഒരു സംഭവം ഉണ്ട്. അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് അത് പെയിന്റ് ചെയ്യണം. അപ്പം ഞാൻ വീട്ടിൽ ക്രയോൺസ് ഉണ്ട്, പിന്നെ സ്കെച്ച് ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ചെയ്തായിരുന്നു. അത് തട്ടിയും മുട്ടിയും പോയി, കുഴപ്പമില്ലാതെ. അതുപോലെ തന്നെ യേശുവിന്റെ ഒരു പകുതി വരയ്ക്കാം. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് തട്ടിക്ക് നിൽക്കും. വീട്ടിലാരും വരയ്ക്കുമല്ലോ, പക്ഷെ പപ്പയുടെ ഫാമിലിയിൽ ഒരു ചേട്ടൻ വരയ്ക്കും. അപ്പം പുള്ളിയുടെ വീട്ടിലൊക്കെ പോയപ്പോൾ പുള്ളി അവിടെ മറ്റേ സുരേഷ് ഗോപിയൊക്കെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയം, ഇതൊക്കെ എങ്ങനെ വരയ്ക്കണേ, നമ്മളൊന്നും 7 ജന്മം വിചാരിച്ചാൽ പോലും നടക്കില്ലല്ലോ. പക്ഷെ അതൊക്കെ ഇപ്പം ദൈവം സഹായിച്ച് പ്രാക്ടീസ് ഒക്കെ കൊണ്ട് ഇപ്പം കുഴപ്പമില്ലാതെ അതൊക്കെ വരയ്ക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വലിയൊരു ഇൻസ്പിറേഷൻ കിട്ടിയ എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്പിറേഷൻ എന്നല്ല, ഒരു വലിയൊരു പുഷ് കിട്ടിയത്. ഞാൻ ഡിഗ്രി 3rd ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഡിഗ്രിക്കൊക്കെ നമ്മൾ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമ്പറ്റീഷന് പോകുന്നത്. അപ്പം ദൈവം സഹായിച്ച് അതിപ്പം അവിടെ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവാണ്. അതായത് നമ്മളെക്കാട്ടും എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, അങ്ങനെ ചിന്തിക്കാതെ പറഞ്ഞവരായതുകൊണ്ട് നമ്മൾ കുറച്ച് ചിന്തിച്ചു പോണതുകൊണ്ട് സ്ട്രാറ്റജി ആണ് അവിടെ പ്രധാനം. മനസ്സിലായി. അപ്പം അവിടെ അതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു പോയതാണ്. ഡിഗ്രി 3rd ഇയർ ആയപ്പോ ഞാൻ രാത്രി ക്ലാസ് പഠിക്കാനൊക്കെ BCom ആയിരുന്നേ, താല്പര്യം ഇല്ലാതെ പഠിക്കണതാണ്. കൊമേഴ്സ് എടുത്തതുകൊണ്ട് എന്റെ ജീവിതം ഗുദാഹവ. എന്നിട്ട് അങ്ങനെ ആ ടൈമിൽ ഞാൻ ഇതുപോലെ നീരജ് മാധവനൊന്ന് വരച്ചായിരുന്നു. നീരജ് മാധവനെ വരച്ചു. ഞാൻ അറിഞ്ഞതേ ഇല്ല, പുള്ളി എടുത്തങ്ങ് ഷെയർ ചെയ്തു. അത് എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ. അതിനുശേഷം ഞാൻ പിന്നെ വിചാരിച്ചു ഇത് കൊള്ളാമല്ലോ പരിപാടി, അക്കൗണ്ട് കുറച്ചൊക്കെ തട്ടണുണ്ട്. ആ ടൈമിൽ എനിക്ക് 300 followers ആണ്. അത് ഫോളോവേഴ്സിന്റെ എണ്ണം ഒരു വലിയ കാര്യമല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അതൊരു വലിയൊരു ഫാക്ട് ആണ്. അത് ഓരോരുത്തരുടെ ചിന്താഗതിയാണ്. ചിന്താഗതി അല്ല, അത് ആക്ച്വലി അങ്ങനെ ഉണ്ട്. ഇപ്പോ എനിക്ക് ഫോളോവേഴ്സ് കുറവാണ്. ഞാൻ എത്ര ആർട്ട് ചെയ്താലും എത്ര കിട്ടില്ല സാധനമാണെങ്കിലും ആരും അക്സെപ്റ്റ് ചെയ്യില്ല. ഫോളോവേഴ്സ് ഉള്ള ഒരാള് എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അയാൾ എന്തോ സംഭവം ആണ് തന്നെയാണ്. വീഡിയോക്ക് ചിലപ്പോൾ ലൈക്ക് കിട്ടും. അതെ, വീഡിയോക്ക് ലൈക്ക് ഉണ്ടാവും, കമന്റ് ഉണ്ടാവും, പക്ഷെ ഫോളോ ചെയ്യില്ല. ചെറിയ ഈഗോയിസ്റ്റിക് ആണ്. ഫോളോവേഴ്സ് ഉള്ള ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടുണ്ടോ? അവരുടെ പ്രൊഡക്ഷൻ അവർക്ക് പറയാം എനിക്ക് ഇത്രയും വേണം, എന്റെ പ്രൈസിങ് ഇതാണ്, അവർക്ക് പറയാൻ പറ്റും. പക്ഷെ ഫോളോവേഴ്സ് ഇല്ലാത്ത ഒരാൾക്ക് പറയാൻ പറ്റില്ല. അതിനെ കഴിഞ്ഞും ഫോളോവേഴ്സ് ഉള്ള വേർത്തനുണ്ട്. ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നേ. അത് ആളുകളുടെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ പ്രൊമോഷൻ വരികയാണെങ്കിൽ തന്നെ അവര് നോക്കുന്നത് ഈ സാധനം
അതെ, എത്ര ഇല്ല, അത് എത്ര see, പേരുണ്ട്. അത് പ്രൊമോഷൻ അത് രണ്ടും നമുക്ക് കൂട്ടാൻ പറ്റില്ല. കാര്യം പ്രൊമോഷൻ ഒരാള് നമ്മളെ പ്രൊമോഷന് വേണ്ടിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ അക്കൗണ്ടിന്റെ റീച്ച് ആണ് നോക്കണം. റീച്ച് ആണ്. അതെ, മനസ്സിലായി. അത് സെയിം സാധനമാണ്, സെയിം സാധനം തന്നെയാണ്, അതിന്റെ വേറൊരു സൈഡ് ആണെന്നേ ഉള്ളൂ. ആളുകൾ നോക്കുന്ന അവൻ അത്രയും ഫോളോവേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ അവൻ അത്രയും സംഭവമാണ്. അതാണ് അത് ആളുകളുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. ഇടുങ്ങിയ ചിന്താഗതി അതിന്റെ പ്രശ്നമാണ്. അത് ആൾക്കാര് ഈ ഇടയ്ക്കുള്ളത് മാറാൻ പോണില്ല. അവർക്ക് ഒത്തിരി കാര്യങ്ങള് നോക്കാണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അവര് നമ്മളെ നീഷ് എന്ന് പറഞ്ഞ ആർട്ട് എന്ന് പറയുന്നത് എല്ലാവരും ഇൻട്രസ്റ്റഡ് അല്ല, പക്ഷെ എല്ലാവർക്കും കാണാൻ താല്പര്യം അത്രേ ഉള്ളൂ. അപ്പൊ അത് ഫോളോ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും അവർക്ക് കിട്ടില്ല എന്നൊന്നും മനസ്സിലായി. അതാണ് സംഭവം. എന്റർടൈൻമെന്റ് പോലെ അത്രേ ഉള്ളൂ. ശരിക്കും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഒക്കെ പോകുന്നതെന്ന് വെച്ചാല് ന്യൂഡിറ്റിന്റെ പുറകെയാണ്. ദാറ്റ്സ് എ മെയിൻ പ്രോബ്ലം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനിപ്പോ കുറച്ചു ദിവസം കൊണ്ട് ചിന്തിക്കുന്ന കാര്യം ഇതാണ്, ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് വർക്ക് ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ അത് വരും, ഷെയ്ൻ നിഗം ഷോർട്സ് ഇട്ടുകൊണ്ട് ചെയ്യുന്നത് കാണാൻ നിങ്ങൾ ഞെട്ടും. അപ്പൊ ചിലപ്പോ ഇല്ല, അങ്ങനെ ശരിക്കും അതാണ്. ഈ ചൈനയിലാണോന്ന് എനിക്കറിയില്ല, 1-2 ലേഡീസ് ഒക്കെ കുക്ക് ചെയ്യുന്ന വീഡിയോസ് കണ്ടു. അവര് കുറച്ച് എക്സ്പോസ് ചെയ്തിട്ട് അതിന് എന്തോരം വ്യൂസ് ഉണ്ട്. അതൊരു ഫാക്റ്റ് ആണത്, അത് കുറ്റമല്ല. ആളുകൾ അത് വേണം, ആളുകൾക്ക് വേണം, അവരത് കൊടുക്കുന്നു. അതെവിടെ കൊടുക്കുന്നു അവിടെ ആളുകൾ പോകും. ഇപ്പൊ എനിക്കൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മുതൽ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ വരയ്ക്കുന്നത്. കാരണം ഞാനിപ്പോ പുറത്തൊക്കെ ഉമ്മാനായിട്ടൊക്കെ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് പുറത്ത് കാണുന്ന ബോർഡുകളുണ്ടല്ലോ, പണ്ടൊക്കെ കൈ കൊണ്ടാണ് ബോർഡൊക്കെ എഴുതിയിരുന്നത്, പെയിന്റ് വെച്ചിട്ടാണ് എഴുതിയിരുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള അതിനകത്തുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ എഴുത്തൊക്കെ എഴുതി നോക്കാനും ആഗ്രഹമുണ്ട്. അപ്പൊ 4ാം ക്ലാസ് പഠിക്കുന്ന സ്ലൈറ്റിലൊക്കെ എഴുതുന്ന സമയമാണ്. അപ്പൊ സ്ലൈറ്റിലൊക്കെ അത് കോപ്പി ചെയ്തിട്ട് അതേ രീതിയിലുള്ള സാധനങ്ങൾ എഴുതി നോക്കും. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാവും ചിലപ്പോൾ ഞാനൊരു 6ാം ക്ലാസ്സിലെത്തിയ സമയത്ത് എൻ്റെ ഒരു അറബിക് ടീച്ചർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എല്ലാവരോടും പഠിക്കാൻ പറയും അവിടെ ഇരുന്നിട്ട്. അപ്പൊ എന്നോട് പറയും ഫ്രണ്ടിലേക്ക് വായെന്ന് പറയും, ഫ്രണ്ടിലത്തെ ബെഞ്ചിൽ എടുത്തിട്ട് എന്നോട് പറയും നീ എന്നെ വരയ്ക്കെന്ന് പറയും. അപ്പൊ ആൾക്കറിയാം, ഓൾറെഡി അറിയാം ഞാൻ ഇങ്ങനെ ചെറുതായി വരയ്ക്കുന്നുള്ളത്. പക്ഷെ ആളാണ് ഏറ്റവും കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്നായിരുന്നു കൂടുതൽ വരയ്ക്കാനായിട്ട് തുടങ്ങിയത് ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് ഓരോ സ്കൂളിലെ കലോത്സവം അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ഫസ്റ്റ് പ്രൈസ് അങ്ങനെ കാര്യങ്ങൾ കിട്ടിയിട്ട് അങ്ങനെ വരച്ചു തുടങ്ങി. കോളേജ് പിന്നെ അത് കഴിഞ്ഞ് വീട്ടില് എനിക്ക് ഫൈനാൻസ് കോളേജ് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവര് പ്രത്യേകിച്ച് എതിർപ്പൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഓക്കെ, എനിക്ക് എന്താണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് പഠിക്കാം നല്ല രീതിയിൽ. നോർമലി ആ സമയത്തൊക്കെ മുസ്ലിം ഫാമിലിയിൽ നിന്നുണ്ടെങ്കിൽ അതൊന്നും അത്ര അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കില്ല. പിന്നെ നിങ്ങളുടെ അതിലെന്തോ ഒരു സംഭവമില്ലേ, അതായത് ജീവനുള്ളതിനെ വരയ്ക്കാൻ പലതും പല കോൺസെപ്റ്റുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഓർമ്മയായിട്ട് നിലനിർത്താൻ പാടില്ല. അതുകൊണ്ട് ആ റീസൺ വെച്ചിട്ടാണ് പറയുന്നുണ്ട് ഇപ്പൊ എല്ലാരും. അതായത് ഓർമ്മ, അതായത് ഇപ്പൊ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ഓർമ്മകളിലേക്ക് നമുക്കൊന്നും വെക്കാൻ കയ്യിലോ ഇപ്പൊ നമ്മള് അവര് യൂസ് ചെയ്തിരുന്ന വാച്ചോ അങ്ങനെ കുറെ സംഭവങ്ങളല്ലേ. പറഞ്ഞു വന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് അത്രേ ഉള്ളൂ. ഇന്നത്തെ ഒരു ഇതില് നമ്മൾ ഈ ഫോട്ടോ എടുത്ത് വെക്കണ 100,000 ഫോട്ടോ എടുത്ത് ആ സബ്ജക്ട് നമ്മൾ കൂടുതൽ നല്ലതല്ല. എനിക്ക് എന്ന് പറഞ്ഞാല് ഞാൻ 5ാം ക്ലാസ് മുതലേ എങ്ങനെയോ വരയിൽ എത്തി ഒരു 5-6 പ്രാവശ്യം അടുപ്പിച്ച് ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടി സ്കൂളില്. അപ്പൊ എല്ലാവരും എന്നെ നോക്കുമ്പോ നമ്മളാണല്ലോ. അപ്പൊ എന്നെ ഉമ്മ നേരെ കൈതപ്പുറത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കോഴിക്കോട്, അവിടെ കൊണ്ടുപോയി 1-1.5 വർഷം പഠിപ്പിച്ച്. അപ്പൊ അപ്പോഴേക്കും എന്താ പറയാ, എല്ലാവരും ഇവർ സൂപ്പർ അങ്ങോട്ടിലോട്ട് വന്ന്. പിന്നെ അതവിടുന്ന് പിക്ക് ചെയ്ത് വന്നു കോളേജിലെത്തി. കോളേജിൽ ഒരു 1-2 വർഷമൊക്കെ നമ്മള് കോളേജ് കാര്യങ്ങള്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആർട്സിൽ ജയിച്ച് വന്നപ്പോഴേക്കും ആർട്ടുകൾ, പിന്നെ ബാനേഴ്സ് വീണ്ടും വരയ്ക്കാൻ തുടങ്ങി. പിന്നെ അതൊരു മതിലെഴുത്തായി. പിന്നെ അങ്ങനെയാണ് എന്റെ ആർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. മട്ടാഞ്ചേരി വാളുകളിലും കോട്ടുവെച്ചൂർ വാളുകളിലും ഈ പറഞ്ഞ പള്ളുരുത്തി ആ സൈഡിലൊക്കെ നമ്മൾ വരച്ചിട്ടത് ഇപ്പോഴും. അപ്പൊ അവിടെ നിന്ന് സ്റ്റാർട്ട്. ഫസ്റ്റ് കിറ്റ് എന്റെ ഓർമ്മയിൽ ആദ്യം ഞാൻ വാട്ടർ കളറൊക്കെ ചെയ്ത് കോളേജ് എക്സാം ടൈമായിരുന്നു. അപ്പം ഞാൻ മുകളിൽ പോയിരുന്നു പഠിക്കുക എന്നുള്ള വ്യാജന, മുകളിൽ പോയിരുന്നു ഇങ്ങനെ വരയ്ക്കായിരുന്നു. ഞാൻ ചുമ്മാ ഒരു വനിതയിലെങ്ങാണ്ട് ഒരു ഫോട്ടോ കണ്ടതാണ്, അനുഷ്ക ശർമ്മയുടെ. വനിതയിലാണെന്ന് തോന്നുന്നു. അതിൻ്റെ റെഫറൻസ് ആയിട്ട് വാട്ടർ കളർ ചെയ്യാറ് ചുമ്മാ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ സമയം. അപ്പം പപ്പ വന്ന് വഴക്ക് പറഞ്ഞ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പപ്പ താഴെ പോയപ്പോൾ ഞാൻ എടുത്ത് പണി തുടങ്ങി. എൻ്റെ ലാസ്റ്റ് എക്സാം ടൈമായിരുന്നു. അത് ഞാൻ ഇട്ടു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അനുഷ്ക ശർമ്മയുടെ തന്നെ ഒരു ഫാൻ പേജ് എടുത്ത് പോസ്റ്റ് ചെയ്തായിരുന്നു. അത് കണ്ടിട്ട് അനുഷ്ക ശർമ്മ എടുത്ത് സ്റ്റോറി ഇട്ടു.
അതാണ് എന്റെ ആദ്യത്തെ. ഞാൻ നോക്കിയപ്പോ എന്റെ സ്റ്റോറി വ്യൂസ് ഒക്കെ 3000 ആദ്യമായിട്ട്. അയ്യോ ആ ടൈം ഇപ്പൊ എങ്ങനെ പോയാലും ഒരു 4-5 വർഷമാവും, 5 വർഷത്തിന് മേലാവും. ആ ടൈമില് ഞാൻ തുടങ്ങിയ ടൈമില് ആ ടൈം. അതിനുശേഷം പിന്നെ ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ തട്ടിമുട്ടിയൊക്കെ ഓരോന്നൊക്കെ ഇടാൻ തുടങ്ങി. ഇൻസ്റ്റാഗ്രാമില് പോസ്റ്റ് ആയിരുന്നു. റീൽസ് ഒക്കെ പറഞ്ഞതിന് മുന്നേ. റീൽസ് ഒന്നും ആ ടൈമിൽ ഇല്ല. ടിക്ടോക്ക് എങ്ങാണ്ടൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ആ ടൈമിൽ, എനിക്ക് ഓർമ്മയില്ല. ടിക്ടോക്ക് ബാൻ ആയതിനു ശേഷമല്ലേ റീൽസ് വന്നു. പിന്നെ അതിനുശേഷം ഇടുന്ന സാധനങ്ങൾ പിന്നെ അതിനുശേഷം പോസ്റ്റ് ഒക്കെ ഇടുമായിരുന്നു, ചെറിയ ചെറിയ പോസ്റ്റുകളൊക്കെ. അതിനുശേഷം പിന്നെ മറ്റേ അർജുൻ കപൂറിന്റെ ഒക്കെ ഫാൻസ് അസോസിയേഷൻ ഒക്കെ വിളിച്ചിട്ടുണ്ട് പുള്ളിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്, പുള്ളിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കൊളാബ് ഇടാന്നൊക്കെ പറഞ്ഞിട്ട്. കൊളാബ് അല്ല, പുള്ളി കാണിക്കും, പുള്ളി സ്റ്റോറി ഇടാം. അന്ന് കൊളാബ് സംഭവം ഇല്ല, കൊളാബ് സംഭവം ഇപ്പോഴും വന്നില്ല. പക്ഷെ അതൊന്നും വെളിച്ചത്തൊന്നൊന്നുമില്ല. എവിടെ അവർക്ക് അയച്ചു കൊടുത്തു, അവര് ചെയ്യാൻ പറഞ്ഞിട്ട്. അവര് മറ്റേ അർജുൻ കപൂർ കണ്ടിട്ടൊന്നുമില്ല, പുള്ളി ഇറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല ഈ കാര്യമൊന്നും. പിന്നെ ടൊവിനോ കാണിക്കാൻ വേണ്ടി ടൊവിനോയുടെ സംഭവം ചെയ്തിട്ടുണ്ട്. അതൊന്നും ആകെ അനുഷ്ക ശർമ്മയുടെ സാധനമാണ് ആദ്യം ചെയ്തത്, എന്തോ വെളിച്ചത്തൊന്നും. പിന്നെ അതിനുശേഷം റീല് ഞാൻ ഈ ലൈവ് വരച്ചു തുടങ്ങി. അതൊരു കോണ്ടന്റിന്റെ ഭാഗമായിട്ട് മാത്രമായിട്ട് ചെയ്തു തുടങ്ങിയ സംഭവമായിരുന്നു, വെറുതെ. അതായത് എനിക്ക് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഒരു 3-4 വർഷമാവും. ഞാൻ ഇവിടെ ടോണിയൻ ഗായുടെ ഫ്രണ്ടിൽ പോയി ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. അവിടെ സലൂണിൽ നിൽക്കണ ചേട്ടൻ ടോണിയൻ ഗായിൽ. ആ ചേട്ടൻ ചോദിച്ചു, ആ ചേട്ടനെ ലൈവ് ചെയ്തതാണ്. അന്ന് വരയ്ക്കാൻ ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു, 1.5 മുകളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി ഫ്രണ്ടിലിരിക്കും വരച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ തുടങ്ങിയ സംഭവമാണ്. പിന്നെ അതിനുശേഷം സമയം കുറച്ച് ഇപ്പം ദിവസം അയച്ച് ചുരുങ്ങിയ സമയം കൊണ്ടൊക്കെ വരയ്ക്കും. പെർഫെക്ഷൻ ഒന്നും കാണുകയൊന്നുമില്ല നിങ്ങളെ പോലെ. ഒരു 10-15 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് ആ ഒരു ടൈമിലൊക്കെ തീരും. അപ്പം അങ്ങനെ റീലിട്ടപ്പോഴും വലിയ അനക്കമൊന്നുമില്ല. പക്ഷെ ഈ വേറെ കുറെ പേരുടെ റീലൊക്കെ, പേരൊന്നും ഞാൻ പറയണില്ല, അവരും എഫേർട്ട് ഇട്ടിട്ടില്ല എന്നൊന്നുമില്ല. പക്ഷെ പലർക്ക് അഡ്വാൻറ്റേജ് കിട്ടിയ പല കാര്യങ്ങളുണ്ട്, പലരും പ്രിവിലേജ്ഡ് ആയിരുന്നു പല കാര്യങ്ങളിൽ. അത് ഞാൻ പറയില്ല, അതൊന്നും പറയാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ല ഇവിടെ. ഇപ്പോൾ എഡിറ്റ് ചെയ്തിടാനുണ്ടായിരുന്നു, അത് വോയിസ് ഓവർ ചെയ്യണം. അത് എഡിറ്റ് ചെയ്തിടാനുള്ള ഒരു മടി കാരണം ഇത് ചുമ്മാ ഞാൻ ഒരു ടക്കനെ ചെയ്ത് ഇട്ടിട്ട് ഞാൻ അത് പോയതായിരുന്നു. വീട്ടിൽ നോക്കിയപ്പോ ഇൻസ്റ്റാഗ്രാമിൽ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ. എന്നിട്ട് അത് ഒരു 1.5-2 ദിവസം കൊണ്ട് അത് 1 മില്യൺ അടിച്ചു. അത് ഇപ്പൊ അത് എങ്ങനെ ഒരു 3.9 മില്യൺ എങ്ങാണ്ടാണ്. അതാണ് ഇപ്പം റീസെന്റ് ആയിട്ടുള്ളതിൽ ഏറ്റവും, എന്ന് വെച്ചാൽ റീസെന്റ് ആയിട്ടുള്ളതിൽ ആദ്യം ഉണ്ടായ ഹിറ്റ്. പിന്നെ അതിനുശേഷം പിന്നെ ദിവസം അയച്ച് ചെറിയ മില്യണൊക്കെ. അത് ഒരിക്കലും ഇൻസ്റ്റാഗ്രാമില് അത് ആർട്ടിനെ അളക്കാൻ പറ്റിയൊരു കാര്യമല്ല. അത് ഇപ്പൊ ഇമോഷന്റെ പുറത്ത് ആൾക്കാർ മനസ്സിലായില്ലേ. ഇപ്പം അത് ഒരിക്കലും ബാക്കിയുള്ളവർ ചെയ്യുന്ന ആർട്ടുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഒരാളുടെ കഴിവായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ്, അതാണ്. അതെ, ഇപ്പം അതാണ് എന്റെ ഇപ്പം റീസെന്റ് ആയിട്ടുള്ള ആദ്യത്തെ ഹിറ്റ്. പിന്നെ ആ പുള്ളിക്കാരി ഒരു ടീച്ചറായിരുന്നു. അപ്പം ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ ഇഷ്ടം പോലെ കമന്റ് വന്നിട്ടുണ്ട്. എനിക്ക് കിട്ടിയ വേറെ സാധനമായിരുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ ഈ നൈഫ് മേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ മാക്സിമം കട്ടിങ് ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് ബ്ലേഡ് വെച്ച് ഈ സ്റ്റീലിനെ കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ക്രോസ് കട്ടിങ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഞാൻ ആദ്യത്തെ നൈഫ് എൻ്റെ അപ്പോൾ ക്രോസ് കട്ടായപ്പോൾ ഒരു സാധനം പൊട്ടിയിട്ട്, ഈ ബ്ലേഡ് പൊട്ടിയിട്ട് വന്ന് നേരെ ഞാൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യം അതിലിങ്ങനെ കുത്തി, ഈ സാധനം കുത്തിയിട്ട് നേരെ താഴെ വീണു. അത് ഞാൻ നോക്കിയപ്പോൾ ഗ്ലാസ് ഒക്കെ ചില്ലായി. ഈ അടിച്ച പോലെ എനിക്ക് കഴുത്തിനും കിട്ടി, വയറിനും കിട്ടി. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഇതെടുത്ത് നോക്കിയപ്പോ ഓക്കെ കൊള്ളാം, വെറുതെ ഒന്നും അത് കുത്തിയിരുന്ന പോലെ ഞാൻ വെച്ചു. തിരിച്ചു വെച്ചിട്ട് ഞാൻ അതിന് വീഡിയോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്തപ്പോ ആദ്യത്തെ ഒരു ദിവസം അനങ്ങിയില്ല. പിറ്റേന്ന് നോക്കിയപ്പോ 1-2 ഹിന്ദിക്കാർ വന്നിട്ട് ഫേക്ക് ഒരു പോക്ക്. എന്റെ കൊണ്ട് 2-3 ദിവസം കൊണ്ട് 6.something മില്യൺ അടിച്ചങ്ങ് കയറി പോയത്. ശരിക്കും എനിക്ക് സംഭവിച്ച സാധനമാണിത്. ഇത് ആളുകൾ എനിക്ക് തോന്നുന്നു ആ സാധനം ഒരുപാട് ഫേക്ക് ചെയ്യുന്നുണ്ടാവണം, മനസ്സിലായോ? അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു സാധനത്തിലാണ് എനിക്ക് ആദ്യത്തെ അടിക്കുന്നത്. പിന്നെ കിട്ടിയത് റീസെന്റ് ആയിട്ട് ഈ സ്റ്റോണിന്റെ സാധനം. ഞാൻ ഭയങ്കര മടിയനാണ്. എനിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാ, വുഡ്പെക്കർ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉള്ളതാ. ഞാൻ അതൊക്കെ കൂട്ടി കിട്ടി, കാരണം വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം. എന്നാലും ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത ഒരു കല്ലിന്റെ വാഷ് ബേസിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ വീഡിയോ ഞാൻ വെറുതെ ഒന്ന് പോസ്റ്റ് ചെയ്തു. അതൊരു ഇപ്പോ 5.something മില്യൺ, 5.1 സംതിങ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ വേറൊരെണ്ണം അതേപോലെ തന്നെ 1 മില്യൺ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് സാധനം ചെയ്തപ്പോ കുറച്ച് ഹിറ്റായി. അതാണ് കുറച്ചൊന്ന് ചെറിയൊരു ബൂസ്റ്റ് കിട്ടി, കുറച്ച് ഓർഡേഴ്സ് ഒക്കെ വന്നു.
അല്ല അതിപ്പോ ഈ ഒരു ഹിറ്റ് ബേസ് ചെയ്യുമ്പോഴും നമുക്കൊരു ഓർഡേഴ്സും വരുന്നുണ്ട്. അത് ഇത് ഈ റീച്ചാണ് നമുക്ക് കിട്ടുന്ന ഒരു സാധനം. കുറച്ചൊക്കെ ആളുകൾ പറഞ്ഞില്ലേ മറ്റേ ന്യൂണിറ്റി കേറി പോകുന്ന, അതെ, ഇത് കേറി പോകുമ്പോഴാണ് നമുക്ക് കുറച്ച് ഓർഡേഴ്സ് കിട്ടുക, നമുക്കൊന്ന് കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, കുറച്ച് ആയിരത്തൊന്നും പറയാനൊരു സംഭവം ഉണ്ടെന്ന്. ഇപ്പൊ ഞാനൊക്കെ അങ്ങനെ കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. എന്റെ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം പേജ് ആയാലും സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാ. എനിക്ക് ഒരാളെ കാണിക്കണം, അല്ലാതെ എനിക്ക് ഹിറ്റ് ആവണമെന്നൊന്നുമില്ല. ഇപ്പൊ നമ്മള് കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ഇന്ന വർക്കുകളാണ്. കാരണം ഞാൻ ഔട്ട്സൈഡ്, അതായത് ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ആണ്. പക്ഷെ ഇനിയുള്ള അങ്ങോട്ട് നമ്മള് ഹിറ്റ് ആവണം എന്ന് ചിന്തിച്ചാലേ ഹിറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഹിറ്റ് ആവില്ല, ഒരിക്കലും ആവില്ല. ശരിയായിരിക്കും. സത്യം പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ വേറൊരാളെ കാണിക്കണമെന്ന് പറയുന്നത് എന്റെ ആഗ്രഹം നേരെ തിരിച്ചാണ്. കാരണം വെച്ചാല് കുറെ ആൾക്കാരത് കാണണം. നമ്മള് പുറത്ത് പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരത് റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, ഇത് ഇന്ന ആളാണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യണം. അതെന്റെ ഒരു വലിയൊരു കുറവായിരുന്നു. പക്ഷെ ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ അത്ര അധികം വ്യൂസ് ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം എന്റെ മാക്സിമം പെർഫെക്ഷനിൽ ഞാൻ ചെയ്യാൻ നോക്കും. ഇപ്പൊ വീഡിയോ എടുക്കുന്നതായാലും എഡിറ്റിംഗ് ആയാലും മാക്സിമം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നോക്കും. പക്ഷെ ആ സമയത്തൊന്നും അത്ര റീച്ച് ഉണ്ടായിരുന്നില്ല. ആൾക്കാർ ഒരുപാട് കമന്റും ചെയ്യാറ് ഇങ്ങനെ ഇപ്പോൾ ഓക്കെ ഇത്രയും റീച്ച് പോരാ, ഇതിന് കുറച്ചുകൂടെ റീച്ച് ആവേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ എന്താണോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആ സമയത്ത് അതാണ് ചെയ്തിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പേ ഏതാണ് സിനിമ ബ്രഹ്മയുഗം ഇറങ്ങിയില്ലേ, ആ സമയത്ത് നമ്മുടെ എന്താ പുള്ളിയുടെ പേര്, അർജുൻ അശോകന്റെ ഒരു പോർട്രേറ്റ് ഇതേപോലെ ഞാൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലാണ് അത്യാവശ്യം, അതിൽ പക്ഷെ റീച്ച് തന്നെ ഭയങ്കര റീച്ച് അല്ല, ഒരു 23 എത്ര ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിനകത്ത്. പക്ഷെ അത് ആ സമയത്ത് എനിക്കത് ഭയങ്കര കാര്യമായിരുന്നു. അപ്പൊ പിന്നെ ഇടുന്ന റീൽസ് എല്ലാം ഒരു കെ എത്തിക്കണം, ഒരു 10 ആയാലുള്ള കെ എന്ന് കാണാം, കെ എത്തിക്കണം എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു. പിന്നെ അങ്ങനെ ചെയ്ത് പിന്നെ അതങ്ങനെ വിട്ടു. ഓക്കെ, അതങ്ങനെ അത്ര രീതിയിൽ എത്താണ്ടായപ്പോൾ ഞാൻ അതങ്ങനെ വിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഈ പടം ഉണ്ടല്ലോ ആവേശം എന്ന് പറഞ്ഞ സിനിമ, അപ്പൊ അതിറങ്ങിയ സമയത്ത് ഈ ഫഹദ് ഫാസിലിന്റെ ഒരുപാട് പോർട്രേറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് നമ്മൾ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്താലാണ് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുള്ളൂ. എനിക്ക് എപ്പോഴും അറ്റൻഷൻ ആ ഒരു സാധനം കൂടെ കിട്ടണം, എന്നാലും നമുക്ക് റീച്ച് ആവുള്ളൂ. അപ്പോ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ കളർ ചോക്കില്ലേ, ആ ചോക്കിന്റെ പൗഡർ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ഇട്ടിട്ട് അതിനെ പോർട്രേറ്റ് ഉണ്ടാക്കി. അത് ഭയങ്കര ഹിറ്റായി. അതെന്ന് വെച്ചാൽ അന്ന് ആ സമയത്ത് 1.7 2 എത്ര കൊണ്ടാണ് ഇപ്പൊ വ്യൂസ് എത്തിയിരിക്കുന്നത്. അതന്ന് നല്ല ഹിറ്റായിരുന്നു. കുറെ കമന്റ്സും കുറെ നല്ല അഭിപ്രായങ്ങൾ കിട്ടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ റീസെന്റ് വന്ന ഏറ്റവും വലിയ ഹിറ്റ് എന്ന് പറഞ്ഞാല് ഓണത്തിന്റെ സമയത്ത് ഞാനൊരു വാഴയിലയില് സദ്യ, അത് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഞാൻ അധികം നമ്മുടെ ഫേസ് ഒന്നും അധികം കാണിച്ചിട്ടില്ല. അത് കണ്ടതിന് ശേഷം വീണ്ടും വാഴയില് ഞാനത് ചെയ്യാൻ വേണ്ടിട്ട് പ്ലാൻ ഉണ്ട്. പിന്നെ പുള്ളിയുടെ വീഡിയോ ഉള്ളത് കൊണ്ട് അത് ചെയ്തിട്ട് കാര്യമല്ലോ. നമ്മള് അതിനെക്കാട്ടും ബെസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ മനസ്സിലായില്ലേ. നമ്മള് ഈ ട്രെൻഡിങ് വസ്തുക്കൾ പിടിച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ കയറി പോണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ചില സമയത്ത്. വേറൊരു വലിയ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള വെച്ചാൽ നമ്മളൊരു സാധനം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ട് കുറെ ആൾക്കാർ ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ട്. ഇപ്പോൾ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ട് ചെയ്ത വർക്കാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. നമ്മളെ ആൾക്കാർ നമ്മളെ വർക്കിനെ അനുകരിക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഉള്ളതുകൊണ്ടാണല്ലോ അവർ ചെയ്യണത്. പിന്നെ അതിനുശേഷം ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു വീടിന്റെ മിനിയേച്ചർ, ഒരു വുഡൻ പീസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും അത്യാവശ്യം ഒരു 15 മില്യൺ ആയിരുന്നു. പിന്നെ ഇപ്പൊ പണ്ട് കെ ആയിരുന്നു കാണാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ മില്യൺ കാണാൻ. ഞാൻ വുഡ്പെക്കർ ഒഫീഷ്യൽ എന്ന ആ ഒരു ബ്രാൻഡിങ്ങിലാണ് ഇപ്പോൾ എൻ്റെ പ്രോഡക്ട്സ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോം, പിന്നെ കുറച്ച് മൗത്ത് പബ്ലിസിറ്റിയിൽ കുറച്ച്, പിന്നെ ഫ്രണ്ട്സിൻ്റെ അങ്ങനെയൊക്കെ ആ വഴി വരുന്ന കുറച്ച് കണക്ഷൻസ് വെച്ചിട്ടാണ് എൻ്റെ ആ പ്രോഡക്ട്സ് ഞാനിപ്പോൾ നിലവിൽ അതിലാണ് സെല്ല് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. എൻ്റെ പേര് മെസ്സി മിഡാസ്. ഇൻസ്റ്റഗ്രാമിൽ ചെറിയ നമ്മളിവിടെ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം അല്ലേ? ഓഫ്കോഴ്സ് എനിക്ക് തോന്നുന്നു മുംബൈയിൽ വരെ ഇപ്പൊ ആർട്ടിസ്റ്റുകൾക്ക്, ബാംഗ്ലൂർ ഓൾറെഡി സെറ്റാണ്. മുംബൈ ആയിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ തന്നെ പറ്റില്ല ഇവിടെ. പക്ഷെ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാത്ത പോകുന്ന ആർട്ടിസ്റ്റുമാർ ഒരുപാട് പേരുണ്ട്, ഒരുപാട്. അത് നല്ല ടാലന്റ് ഉള്ള ആളുകളുണ്ട്. പക്ഷെ ഈ മെയിൻ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം
അതായത് നമ്മളെ പ്രൊഡക്ട്സ് സെല് ചെയ്യാനുള്ള ഒരു സെല്ലിംഗ് പ്ലാറ്റ്ഫോം ഇല്ല നമുക്ക് ശരിക്കും. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ചാനലില്ല. ആരെങ്കിലും ഒക്കെ വർക്കിന് വിളിക്കുന്നു, നമ്മള് കുറഞ്ഞ റേറ്റ് നമ്മൾ തന്നെ നമ്മുടെ സാധനത്തിന് ഇട്ടിട്ടുള്ള ഒരു മാർക്കറ്റ് വാല്യൂന്ന് വീണ്ടും കുറച്ചിട്ടാണ്, ഭയങ്കര ബാർഗെയിനൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു സാധനം സെല് ചെയ്യാൻ പറ്റുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമും ഇല്ല, കേരളത്തിലില്ല, നിലവിലില്ല. അതൊരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ ഇൻസ്റ്റഗ്രാം ത്രൂ അങ്ങനെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് അതുവഴി പോകുന്ന കുറച്ച് സാധനങ്ങൾ. പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്ളോഗറിനെ വിളിച്ച് നമ്മൾ വ്ളോഗ് ചെയ്യിപ്പിക്കണം നമ്മുടെ പ്രൊഡക്ട്സിനെ കുറിച്ച്. നമ്മള് കാശ് കൊടുത്ത് നമ്മളെ ബൂസ്റ്റ് ചെയ്താലേ ഉള്ളൂ സെല് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയേ ഉള്ളൂ. എന്റെ പ്രൊഡക്ട്സ് ഞാൻ ഉണ്ടാക്കുന്നത് സ്റ്റോണിലുള്ള വാഷ് ബേസിൻസ്, ബാത്ത് ടബ്സ്, സ്റ്റോൺ നാച്ചുറൽ കല്ലിലുള്ള ഈ മിനി ടേബിൾസ്, വലിയ ടേബിൾസ്, അങ്ങനെ കുറെ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. നൈഫ് വരെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം ഇതാ, നൈഫ് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻസിന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ളവരുടെ സെർച്ച് ഹിസ്റ്ററി ഒക്കെ എടുത്താൽ അറിയാം, നൈഫിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്റെ പ്രൊഡക്റ്റ് ഞാൻ സെല് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എന്റെ എഫേർട്ടും ഞാൻ അതിനെടുത്ത ആക്ച്വലി ഞാൻ കൈവച്ചാ ചെയ്യാം. നിസ്സാരമായിട്ട് നമുക്ക് ഒരു കൊലണ്ടിൽ കൊടുത്തു കഴിഞ്ഞാല് ചെയ്തെടുക്കാൻ പറ്റും. ഒരു സ്മിത്തിൻ അവരുടെ ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ ചെയ്യുന്നൊരു പെർഫെക്ഷൻ, നമ്മുടെ പ്രൊഡക്റ്റിന് നമ്മൾ ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ. ഞാൻ ഫയൽ വർക്ക് ഒക്കെ ചെയ്തിട്ടാ ഒരു നൈഫ് ഉണ്ടാക്കിയ. അതായത് ബാക്കില് അതിന്റെ ഫയൽ വെച്ചിട്ട് ആർട്ട് ചെയ്തിട്ട് ഫയൽ, അങ്ങനെ ഒരു വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി എനിക്കിപ്പോ സെല് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ പ്രൈസിങ് എന്ന് പറയുന്നത് 25,020. ഇതിന്റെ അതൊരു ചീപ്പായിട്ടുള്ള പ്രൈസ് ആണ്. കാരണം പുറത്തോട്ട് നോക്കിയാൽ 1 lakhന് മേളിലാണ് ഒരു അങ്ങനത്തെ ഒരു നൈഫിന്റെ പ്രൈസ്. നമുക്ക് നമ്മുടെ ആർട്ടിന് വിലയിടാൻ നമുക്ക് ഇവിടെ സ്വാതന്ത്ര്യം ഇല്ല. ഞാന് എന്റെ റീസെന്റ് ആയിട്ടൊരു വീഡിയോ വൈറലായിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ 1-2 പേര് ഈ നമ്മുടെ ബാക്കിയുള്ള ഇട്ടിട്ടുള്ള പോസ്റ്റിൽ നിന്ന് കാണുമല്ലോ, അപ്പൊ നൈഫിന്റെ റേറ്റ് എത്രയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബ്രോ ഒരു 20-25. ഓ മൈ ഗോഡ്. പക്ഷെ അവർക്ക് അതിന്റെ പ്രത്യേകത അറിയാത്തോണ്ട്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയധികം പ്രൈസ് കോട്ട് ചെയ്യണമെന്നുള്ളത് അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അപ്പോഴും പുള്ളി എന്നോട് വീണ്ടും ചോദിക്കുക അത്രയൊക്കെ വില വരുമോ എന്നുള്ള ചോദിക്കുക പുള്ളി. എന്നിട്ട് പുള്ളി കുറെ സാധനം അയച്ചു തന്നു. അപ്പൊ ഞാൻ അതിനും ഒരു പ്രൈസിങ് പറയുക. സെയിം സാധനം നമുക്ക് ചെയ്തെടുക്കാം. പക്ഷെ മെറ്റലിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ മെറ്റലിൽ ഒരു ചെറിയൊരു ഡെന്റ് വീണ് കഴിഞ്ഞാല് ആ ഡെന്റ് സ്മൂത്ത് സർഫസ് ആക്കണമെങ്കിൽ എൻറ്റയർ സാധനം ഒരേ ലെവലിൽ പോളിഷ് ചെയ്ത് കൊണ്ടുവരണം. അത് അത് കഴിഞ്ഞിട്ട് ടൈം എടുക്കും. ഇതിൽ അടുത്തൊരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഇവിടെ ഒരു ആർട്ടിസ്റ്റിന് പ്രോപ്പർ ആയിട്ടുള്ള ടൂൾസ് അവൈലബിൾ അല്ല. നമുക്ക് ഒരു ടൂൾസും ഇപ്പൊ ക്രാഫ്റ്റ് ചെയ്യാനോ എന്ത് സാധനം വേണമെങ്കിലും ഒരു ടൂൾസും അവൈലബിൾ അല്ല, മാർക്കറ്റിൽ ഇല്ല. ഓൺലൈൻ തന്നെ ഒടുക്കത്തെ വില കൊടുക്കണം നമ്മൾ, ഭയങ്കര കാശാണ്. ശരിക്കും എനിക്ക് ഞാൻ 1-2 ടൂൾസ് ഞാനിങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കത് അവൈലബിൾ അല്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ഇത്രയും കൈ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതിന് ഞാൻ എന്തായാലും വില ഈടാക്കിയേ പറ്റുള്ളൂ. ഒരു നിസ്സാര റേറ്റ് നമുക്ക് ഒരിക്കലും അത് കൊടുക്കാൻ പറ്റില്ല. നമ്മളങ്ങനെ വില കുറയ്ക്കേണ്ട കാര്യമില്ല ആക്ച്വലി. അത് ഇപ്പം എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണെങ്കിൽ തന്നെ ഞാൻ ലൈവായിട്ട് മറ്റേ ആൾക്കാർക്ക് വരച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. ഇപ്പം ഒരാള് വിഷമിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പോയി, ഇപ്പം നോർമലി കുറെ പേര് ഇപ്പൊ ചെയ്യാറുണ്ട്. അതാണ് ഇപ്പം എന്റെ ഇൻസ്റ്റാഗ്രാം ആ ഒരു മെസ്സേജ് റിക്വസ്റ്റ് എടുത്തു നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം ഹായ് ഹലോ ആയിരിക്കും. ചിലർ ഹൗ ആർ യു ഡൂയിങ് അതൊക്കെ ആയിരിക്കും ചോദിക്കണം. സുഖവിവരം അന്വേഷിക്കും. ചിലരാണെങ്കിൽ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ കോമഡി ചേട്ടൻ എല്ലാ വീഡിയോയും കാണാറുണ്ട്, ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ പറയാം താങ്ക് യു എന്നൊക്കെ പറയും. അതിന്റെ അടുത്ത മെസ്സേജ് ചേട്ടാ എനിക്കൊരു ഫോട്ടോ വരച്ചു തരും. അത് പറയൂല. അപ്പോഴത്തേക്കും ഞാൻ പറയും ഇതുപോലെയാണ് പ്രൈസ് ഇതിനിടയ്ക്കായിരിക്കും പറഞ്ഞത്. അപ്പം നിങ്ങളിപ്പം ഫേസ് കൂടുന്നതനുസരിച്ച് അതിനനുസരിച്ച് റേറ്റ് കൂടുമെന്ന് പറയും. അപ്പോഴത്തേക്ക് അവർ പറയും ഓ അത്രയാവുമല്ലേ എന്ന്. പിന്നെ അവരുടെ അനക്കമില്ല അവിടെ. പിന്നെ അതായിട്ട് ഒരു കോണ്ടാക്റ്റും കാണില്ല. സിമിലർ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ ഈ പ്രശ്നം പണ്ട് ഫേസ് ചെയ്തതാണ്. അതായത് ഈ ഇൻസ്റ്റ യൂട്യൂബ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയായിരുന്നു, ഓൾ ആർട്ട് ഫീൽഡിലോട്ട്. അന്ന് ഈ പറഞ്ഞ പോലെ നമ്മള് റേറ്റ് പറയാം, കാരണം നമുക്ക് വേറെ രക്ഷയില്ല. ഒരാള് തരണം. കോളേജൊക്കെ പഠിച്ച പാടെ നമുക്കൊരു അത് ഓൾ ആർട്ട് ചെയ്യുമ്പോന്ന് വെച്ചാൽ നിസ്സാര പൈസയല്ല. അതിന് ടൂൾസിനായാലും അതിനിറക്കുന്ന പെയിന്റ് ആയാലും ഭയങ്കര കാശാണ്. അതാ മെയിൻ പ്രശ്നം. ഞാൻ പറഞ്ഞത് ടൂൾസ് നമ്മൾ ഈ
എന്റെ ശരിക്കും എന്റെ ഇപ്പൊ ഉള്ള ടൂൾസ് എല്ലാം കൂടെ വെക്കുവാണെങ്കിൽ എനിക്ക് ഒരു 5 ലക്ഷം രൂപ കിട്ടും. അത് ഓരോ ടൈം എനിക്കിഷ്ടമുള്ള ബൈക്ക് എടുക്കാണ്ട് എനിക്കിഷ്ടമുള്ള മൊബൈൽ വാങ്ങിക്കാണ്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ്, അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചു കൂട്ടുന്ന ടൂൾസ് ആണ്. കുറെ ടൂൾസ് ഉണ്ട്. അപ്പൊ ഈ ടൂൾസ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂൾ വെച്ച് പറ്റില്ല. നമ്മൾ കുറെ ടൂൾസ് അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണം. ഇപ്പൊ മെറ്റലിൽ ചെയ്യുന്ന സാധനമല്ല വുഡിൽ ചെയ്യേണ്ട, വുഡിന് വേറെ വേണം. ഓരോ മീഡിയത്തിനും ഓരോ സാധനമാണ്. ഇതിപ്പോ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന സാധനം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനാണ്. അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന സാധനത്തിന്റെ ആ ഒരു സാധനം ഞാൻ കണക്കാക്കണ്ടേ, കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. അത് ആളുകൾ മനസ്സിലാക്കില്ല. ആളുകൾ നോക്കുമ്പോ ഒരു ചെറിയ സാധനമല്ലേ. അല്ല, ഇപ്പൊ എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ ഫൈൻ ആർട്സ് പഠിച്ചോ? ഫൈൻ ആർട്സ് പഠിച്ചല്ലേ, ഇത് എന്റെ ബ്ലഡിലുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. ബന്ധമൊന്നുമില്ല. അല്ല, അത് പഠിച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞ പൈസ കിട്ടുമോ? അല്ല, ഞാനത് ചോദിക്കുന്നു. ഞാൻ അത്രയും എഫേർട്ട് ഇട്ട് അത് പോയി 4 വർഷം പഠിക്കുന്ന, അത് നമ്മൾ അതേ എഫക്റ്റിൽ എന്നോട് ചെയ്യുന്നുണ്ട്. ഫൈൻ ആർട്സ് പഠിച്ചതാണ്. ഈ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ആർമിന്ന് VRS എടുത്ത്, പുള്ളി ആർമിയില് ഒരു വാർ മെമ്മോറിയൽ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. രാജേഷ് എന്ന് പറഞ്ഞിട്ട്, രാജേഷ് രബേരി. പുള്ളി ഇതുവരെയും പഠിച്ചിട്ടേ ഇല്ല. അങ്ങനെ ആർട്ട് സൈഡിലോട്ട് BFM എങ്ങും പോയിട്ടില്ല. പക്ഷെ പുള്ളിയുടെ ക്രാഫ്റ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളി മനുഷ്യനാണ്. പുള്ളി ഒബ്സർവ് ചെയ്തെടുക്കുന്നേ. ഈ ആർട്ട് എന്ന് പറയുന്ന സാധനം നമുക്ക് പഠിക്കാൻ, ബ്ലഡിലും വേണ്ട, നമുക്ക് പഠിക്കാണ്ട് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ തയ്യാറാവണം. ഫസ്റ്റ് ചെയ്യാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തയ്യാറാവണം. അത് മെയിൻലി നമ്മുടെ ഉള്ളിൽ അതിനോടുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ പാഷൻ വേണം. ഇപ്പൊ ബ്രോ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും പൈസ അതിനുവേണ്ടി ചെലവാക്കിയതാണ്. പക്ഷെ അത് അതിനോടുള്ള ഒരു പാഷന്റെ ഭാഗമാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു പാഷൻ ഉള്ളിൽ ഉണ്ടെങ്കിലാണ് അത്. അതെ ആണ്. പുള്ളി, ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യും. പുള്ളിക്ക് അത് ആഗ്രഹമുണ്ട്. പുള്ളി ഇപ്പോഴും പറഞ്ഞ പുള്ളിക്ക് ഇനിയും അത് കുറച്ചുകൂടെ മനസ്സിലാക്കണം. പക്ഷെ ആൾറെഡി പുള്ളിയുടെ നല്ല ഡീറ്റെയിൽ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട് പഠിക്കാതെ ചെയ്യുന്ന, വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ല, ഇവൻ ഇപ്പൊ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് പഠിപ്പിക്കാനായിട്ട് അങ്ങനെ നമുക്കത് അങ്ങനെ വരച്ച് കാണിച്ച് അങ്ങനെ പഠിപ്പിക്കൊന്നുമില്ല. മെയിൻലി പഠിക്കാനുള്ള തിയറി ഉണ്ട് അവിടെ. ഹിസ്റ്ററി ഓഫ് ആർട്ട് ഉണ്ട്, പിന്നെ അതിന് എസ്തെറ്റിക്സ് പഠിക്കാനുണ്ടാവും. പിന്നെ അതുപോലെ പിന്നെ വരയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ആണ്. അത് നമ്മൾ തന്നെ നമ്മളായിട്ടുള്ള സ്റ്റൈൽ തന്നെ വർക്ക് ചെയ്തിട്ട് അതിനെ ഷാർപ്പാക്കണം. അങ്ങനെയാണ് വർക്ക് ചെയ്യണം. അല്ലാതെ ഒന്നും പഠിപ്പിച്ചു തരുമൊന്നുമില്ല. പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ സ്റ്റോണിലെ വാഷ് ബേസിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി ഇത് ചോദിച്ചറിയണമെന്നുണ്ട്. ആരടുത്തെങ്കിലും ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. ആരോട് ചോദിക്കാനാണ്? ഞാൻ ഇങ്ങനെ നോക്കുന്ന ആകെപ്പാടെ എനിക്ക് കിട്ടിയ ഓപ്ഷൻസ് എന്ന് പറയുന്നത് യൂട്യൂബ്, പിൻട്രസ്റ്റ്. ഈ രണ്ടും ഇതും വെച്ചിട്ടാണ്. പിൻട്രസ്റ്റ് അടിപൊളി സാധനമാണ്. കാരണം പിൻട്രസ്റ്റിന്റെ അകത്ത് കിട്ടുന്ന കുറെ ഇമേജസ് ഒക്കെ ഉണ്ടല്ലോ, ഡിഫറെന്റ് സാധനം. നമുക്കത് മാത്രമല്ല, ഞാൻ വെറും ഈ ഫോട്ടോസും വീഡിയോസും വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത്. ഞാൻ ഇവിടെ ഒരു മുളന്തുരുത്തിയിൽ ഒരു റിസോർട്ട് ചെയ്തിട്ടുണ്ട്, ജോൺസ് വില്ലേജ്. അവരുടെ ലാൻഡ്സ്കേപ്പ് ഞാനാ ചെയ്തേക്കുന്നത്. ആ പ്രോപ്പർട്ടിയുടെ അകത്ത് ഒരു നാച്ചുറൽ പോണ്ട് ഞാൻ ഉണ്ടാക്കിയത്, ഒരു കുന്നിന്റെ മേളിൽ ചെയ്തേക്കുന്നത്. ആ സാധനം ഉണ്ടാക്കാൻ ടൈമിൽ ഞാൻ ഒരുപാട് പേരെ, ഞാൻ ഇന്ത്യയിൽ ഈ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ആളുകളെ കോൺടാക്ട് ചെയ്ത് നോക്കി. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ എൻ്റെ ഒരു അത്യാവശ്യം വലിയൊരു വർക്കാണ് അത്. ഞാൻ ആ ടൈമിൽ ചോദിച്ചു, ഈ നാച്ചുറൽ പോണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, പൂൾ ചെയ്യുന്നുണ്ടോ? നാച്ചുറൽ പൂൾ അത് പുറത്തോട്ടുള്ളവർ ഒരുപാട് ചെയ്യുന്നുണ്ട്, ആരും തന്നെ അത് ചെയ്യുന്നില്ല. എനിക്ക് അവസാനം മനസ്സിലായി, ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് അത്രയും വലിയൊരു സാധനം ചെയ്തത് ഞാനാണ്. അത് ജസ്റ്റ് യൂട്യൂബിന്റെയും പിൻട്രസ്റ്റിന്റെയും റെഫറൻസ് വെച്ചിട്ട് മാത്രം ഞാൻ ചെയ്തത്. ഞാൻ ശരിക്കും വിൽക്കുന്ന സാധനം റിയൽ മാർക്കറ്റിൽ ഭയങ്കര വാല്യൂ ഉള്ള സാധനം. ഞാനിവിടെ 10,000 രൂപയ്ക്കും 25,000 രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന സാധനം 10,000-50,000 1 ലക്ഷം രൂപ വിലയുള്ള സാധനമാണ്. ശരിക്കും ആ പ്ലാറ്റ്ഫോമിൽ കിട്ടിയിട്ടില്ല. ദുബായിലോ അല്ലെങ്കിൽ കാനഡയിലോ പോയി യാ ശരിക്കും എന്റെ അടുത്ത് എല്ലാരും പറയുന്ന സാധനം ഇതാ, നീ വേറൊരു കൺട്രിയിൽ പിടിക്കേ. നമുക്കൊരു eBay പോലത്തെ ഒരു ആക്സസ് പോലും ഇവിടെ ഇല്ല. അതെ, ഒരു OLX ഇപ്പൊ 2 ദിവസം മുമ്പ് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ ഇതേപോലത്തെ സർവീസ് തന്നെ. അപ്പൊ പുള്ളി പറഞ്ഞു വെച്ചാൽ ഈ ഇവിടെ ഒരിക്കലും ട്രൈ ചെയ്യണ്ട, ഞാൻ ചോദില്ല ദുബായിലോ അല്ലെങ്കിൽ വേറെ യൂറോപ്യൻ കൺട്രീസിലോ പോയിട്ട് അത് ട്രൈ വെച്ചാൽ ഇവിടെ ഉള്ള ആൾക്കാർ ഇത് അറിയിക്കണില്ല എന്ന് പറയുന്നത്. അതെ, ഇതിൽ വേറൊരു ബ്രോ പറഞ്ഞില്ലേ OLX ഫേസ്ബുക്കോ, ഇതിൽ വേറൊരു പ്രശ്നമുള്ള എന്താണെന്നറിയോ? OLXിലും ഫേസ്ബുക്കിലും നിലവില് സാധാരണ ആളുകളെ ഉള്ളൂ. ഇത് വാങ്ങിക്കാൻ അഫോർഡബിൾ ഉള്ള ആളുകൾ സ്റ്റിൽ കാലിന്റെ പുറത്ത് കാലിട്ടിട്ട് എനിക്കിന്റെ സാധനം വേണമെന്ന് ആരോടെങ്കിലും പറയുള്ളൂ. നമുക്ക് ക്യൂറേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട് ഇതിന്റെ ഇടയിൽ കളിക്കുന്ന.
അല്ലെങ്കിൽ അവരൊരു ഇൻഫ്ലുവൻസേഴ്സ് ആണ് അവരുടെ Yeah. ആർട്ട് ക്യൂറേറ്റേഴ്സ് എന്ന് പറയും. അവര് നമുക്കൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തരും, വർക്ക് അവർക്ക് കൊടുക്കും. അവര് ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് വർക്ക് എല്ലാം ഓൾ ഔട്ടുകളാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ കിട്ടുമായിരുന്നെങ്കിൽ, അല്ലെ അതുപോലുള്ള ആൾക്കാരുണ്ട്, ബാംഗ്ലൂരുണ്ട്, അവര് വർക്ക് പിടിച്ചു തരും, ആർട്ട് വർക്കുകൾ നമുക്ക് പിടിച്ചു തരും. ഇതുപോലെ കൺസൾട്ടൻസീസ് ഉണ്ട് അവർക്ക്. ആ ഒരു സെറ്റപ്പ് ഇവിടെ ആയിട്ടില്ല. റീസെന്റ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പരിചയപ്പെട്ടപ്പോൾ പുള്ളിയുടെ കൂടെ വന്ന ഒരാൾ പറഞ്ഞ പുള്ളി ഞാൻ ഈ സ്റ്റോണിൽ വർക്ക് ചെയ്യുന്ന കണ്ടിട്ട് പുള്ളി ചോദിച്ചേ ഇതേപോലൊരു ടേബിൾ ഞാൻ യൂസഫ് അലിയുടെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, വലിയ സ്റ്റോണിന്റെ. അപ്പൊ ഞാൻ പറയാ ബ്രോ ഞാൻ ഉണ്ടാക്കി തരാം ബ്രോ. പുള്ളിയോ വേറെ ആരോ ആണ്, എനിക്കത് യൂസഫ് അലി ആണോ അല്ലെങ്കിൽ വേറെ ആരോ. ഓക്കെ, അയാളുടെ വീട്ടിൽ വലിയൊരു സ്റ്റോണിന്റെ, അത് മാർബിളിന്റെ, എവിടെന്തോ കണ്ടെയ്നറിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. ഓക്കെ, ഞാനത് ഉണ്ടാക്കി തരാം. പുള്ളി എത്ര ലക്ഷങ്ങൾ ചെലവാക്കി, അത്രയും ലക്ഷങ്ങൾ വേണ്ട, എനിക്ക് കുറച്ച് മതി, എനിക്ക് പറ്റുമോ സാധനം ഉണ്ടാക്കാൻ. ബട്ട് ആളെ കിട്ടുന്നില്ല, ഇത് വാങ്ങിക്കാനുള്ള ആളെ കിട്ടുന്നില്ല. ഈ നമ്മുടെ ഒരു ഫെസ്റ്റിവൽ, അത് ഏതോ ഇന്ത്യയിൽ നടന്ന തന്നെ, അതില് ഈ ഗ്രാനൈറ്റില് ഒരു ബാത്ത് ടബ് ഉണ്ടാക്കി. 10 ലക്ഷമായിരുന്നു അത് സെല് ചെയ്ത് പോയ പ്രൈസ്. അത് സ്റ്റോണിലെ, സിംഗിൾ സ്റ്റോണിലെ ബാത്ത് ടബിന്. ഞാനത് 2 ലക്ഷം രൂപയ്ക്കോ 2.5 ലക്ഷം രൂപയ്ക്കോ ഉണ്ടാക്കി തരാൻ ഞാൻ തയ്യാറാണ്. യാ, ഹാൻഡ് മെയ്ഡ്. അത് ഒരു എക്സ്പോ ആയിരുന്നു, ആ എക്സ്പോയിൽ സെല്ലായി പോയ സാധനം അത്. അവര് പോലും ഈ വനിത ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും അത്യാവശ്യം ഈ നമ്മുടെ എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി നിൽക്കുന്നവരെ മാത്രമല്ലേ അവര് സെലക്ട് ചെയ്യുള്ളൂ. അതാണ് പ്രശ്നം. അങ്ങനെ പ്രതീക്ഷിക്കണ്ട. അങ്ങനെ ഗവൺമെന്റിന്റെ കുറെ സാധനങ്ങൾ ഉണ്ട് റിലേറ്റ് ചെയ്തിട്ട്. ബട്ട് അവര് നമുക്ക് വേണ്ടിയിട്ടൊരു ഓപ്ഷൻസ് അവർ തുറന്നു തരില്ല. ട്രിവാൻഡ്രത്താണെങ്കിൽ കനകക്കുന്നിൽ ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. അവിടെ സ്റ്റോൾ ഇടാനായിട്ട് ഭയങ്കര ഹൈ ആയിട്ടുള്ളൊരു പ്രൈസ് കൊടുക്കണം. എൻ്റെ ആർട്ട്, എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത്, എൻ്റെ ഒരു ആർട്ട് കുറച്ചുകൂടെ എനിക്ക് ഈ ക്രാഫ്റ്റും സാധനങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എനിക്ക് തോന്നുന്നൊരു 3ാം ക്ലാസ് 4ാം ക്ലാസ് 5ാം ക്ലാസ് ആ ഒരു ടൈമിലൊക്കെ ആണെന്ന് തോന്നുന്നു, കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു ടൈം. ഈ ടൈമിൽ യൂട്യൂബ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല, അറിയാലോ. ആകെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പോഗോ ടിവിയിൽ മാഡ് എന്ന് പറഞ്ഞിട്ട്. ഇത് 2 കാര്യമുണ്ട്. പോഗോ ടി വി, പിന്നെ എൻ്റെ വീട്ടിൽ ആ ടൈമിൽ ഇടുന്ന 2 ചാനൽ, ഒന്ന് പോഗോയും പിന്നെ ഒന്ന് അനിമൽ പ്ലാനറ്റ്, ഈ മാൻ വേഴ്സസ് വൈൽഡ്. 2 പ്രോഗ്രാമാണ് മെയിനായിട്ട് ഞങ്ങൾ കാണുന്ന സാധനം. അപ്പോൾ ഈ പോഗോയിൽ വരുന്ന ഈ ഒരു സാധനം കണ്ടിട്ട് ഇവര് കെമിക്കൽസ് വെച്ച് കുറച്ച് സാധനമൊക്കെ ഉണ്ടാക്കില്ലേ, ഇതൊക്കെ ഉണ്ടാക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കുടുംബക്കാർ, വീട്ടുകാർ പറയും, ഓ ഇവൻ ഡോക്ടറാവും. ഓക്കെ, അടുത്ത് ഇവർ ചെയ്യുന്ന ക്രാഫ്റ്റ് ഒക്കെ വെച്ചിട്ട്, ഞാൻ ഈ പേപ്പർ വെച്ചിട്ട് പ്ലെയിൻ ഒക്കെ, എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു പേപ്പർ വെച്ചിട്ട് പ്ലെയിൻ ഉണ്ടാക്കാൻ. ഇത് ഉണ്ടാക്കുന്ന കാണുമ്പോൾ അടുത്ത ഒരു സെക്ഷൻ ഓഫ് ആളുകൾ പറയും പൈലറ്റ് ആവും. പക്ഷെ ഇത് 2 ആയില്ല, ഞാൻ അത് ഉണ്ടാക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയി. അതാണ് എനിക്ക് സംഭവിച്ചൊരു കാര്യം. ഞാനിത് ഭയങ്കരമായിട്ട് ഇവരുടെ വീഡിയോസ് കണ്ടിട്ട് ഇവര് ഈ ചെറിയ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നതും, പിന്നെ ഞാൻ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത് എനിക്കെന്ന് വെച്ചാല്, ഈ സാധനങ്ങൾ നമുക്ക് ഈ സ്റ്റിക്കൊന്നും ആ സമയത്ത് അവൈലബിൾ അല്ല. ആ സമയത്ത് ഇപ്പൊ അവൈലബിൾ ആണ് ഈ സ്റ്റിക്സും ചെറിയ പേപ്പറും സാധനങ്ങളൊക്കെ ഇപ്പൊ കിട്ടും. എവിടെ കിട്ടും നമുക്കറിയാം, കിട്ടുകയും ചെയ്യും. അന്ന് ഇതില്ല. അപ്പൊ എന്ത് ചെയ്യാ, ഈ മുളയുടെ ചെറിയ പീസ് എടുക്കുക, ബ്ലേഡ് വെച്ച് ഇത് ഉണ്ടാക്കിയെടുക്കുക, ഈ സ്റ്റിക്കുകൾ ഉണ്ടാക്കുക. ഓക്കെ, ഇതേപോലെ കുറെ കാര്യങ്ങളിൽ നിന്നാണ് എനിക്ക് മോൾഡ് ചെയ്യാൻ പറ്റിയതും. എന്റെ റോൾ മോഡൽ ശരിക്കും ഇവരാണ്. ശരിക്കും അങ്ങനെയാണ് എനിക്ക് പറ്റിയത്. റോബ്. എന്റെയൊക്കെ ആ ടൈം ഞങ്ങൾ കണക്ട് ആവും. അതെ, നമ്മുടെ ടൈമിൽ ആ റോബ് എന്ന് പറയുന്ന ഒരു മാന്ത്രിക മനുഷ്യനാണ്. പുള്ളി ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്. പക്ഷെ പോഗോ ടിവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരമായിരുന്നു. ഒരു സമയത്ത് ശരിക്കും വികാരമായിരുന്നു. പുള്ളിയുടെ സാധനങ്ങളൊക്കെ ഞാനൊക്കെ കാത്തിരിക്കും ബ്രോ. കാരണം അത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആ സെയിം എപ്പിസോഡ് കാണിക്കുന്ന പിന്നെ ഏതെങ്കിലും ഒരു ടൈമിലാണ്. അതുകൊണ്ട് അത്രയും ഒബ്സർവ് ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ, എന്നാലേ ആ കാണിച്ചു പോകുന്ന സാധനങ്ങൾ നമുക്ക് എഴുതിയെടുക്കാനും. സാറ്റർഡേ സൺഡേ 1 മണിക്കൂർ ഷോ പ്രസന്റേഷൻ ഉണ്ട്, അടിപൊളി പ്രസന്റേഷൻ. അത് മാത്രമല്ല എല്ലാ കാര്യവും പറഞ്ഞു പോകും. ഇങ്ങനെയാണ് എന്റെ ശരിക്കും എന്റെ ഒരു റോൾ മോഡലും കാര്യങ്ങളൊക്കെ പുള്ളിയാണ്.
ബ്രോയ്ക്ക് എനിക്കങ്ങനെ പ്രത്യേക അത് ഓരോ സമയം ഞാനിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ചേട്ടൻ്റെ എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അസൂയാണ്. ഞാനങ്ങ് അതിന്റെ മുകളിലെത്തിക്കാൻ കാര്യം അത് ഒരു ശീലമായി പോയി, അതാണ്. പക്ഷെ ഇപ്പോഴ് റീസെന്റ് ആയിട്ട് എനിക്ക് നാഷണൽസ് കോച്ചിങ് എന്നൊരു സാറുണ്ട്, പ്രതീക്ഷ ഏട്ടൻ. ഭയങ്കര പുള്ളി കിടിലമാണ്. പുള്ളിയുടെ ആർട്ട് വർക്ക് അല്ല, ഞാൻ ചേട്ടന് കാണിച്ചു തന്നായിരുന്നു നേരത്തെ ഒരു ഡിജിറ്റൽ ആർട്ട് അവിടെ വെച്ചിട്ട്. പുള്ളിയുടെ പക്ഷെ പുള്ളിയുടെ സ്വഭാവം ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ, പുള്ളി ഭയങ്കര ഭയങ്കര നൈസാണ്. ഞാൻ പറഞ്ഞുതരാം പുള്ളിയുടെ ഒരു ശീലം. വരും, ഞാൻ പുള്ളിയെ അസിസ്റ്റ് ചെയ്യാനായിരുന്നു പ്രോപ്പർട്ടി ഉണ്ടാക്കാനായിട്ട്. പുള്ളി അവിടെ വന്നിട്ട് പുള്ളി നമ്മൾ ചേട്ടാ ഇത് ചെയ്യണം, ചേട്ടാ അത് ചെയ്യട്ടെ, ഇപ്പൊ ഇടയ്ക്ക് ഞാൻ ഒരു കാള ഉണ്ടാക്കാൻ, ഞാൻ 3 ദിവസം എടുത്തു. ചേട്ടൻ്റെ അടുത്ത് ഒന്നും പറയില്ല. ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ്റെ അടുത്ത് പറയും കട്ടർ എടുത്ത് ചെയ്ത് തുടങ്ങിക്കോ. കട്ടർ ഞാൻ പിടിച്ചിട്ടില്ല, എനിക്ക് തിരിച്ച് പറയാൻ പറ്റൂല, ചെയ്ത് തുടങ്ങിക്കോ. ചേട്ടൻ തിരിച്ചൊന്നും പറയൂല. ഇത് കീറാൻ നേരത്തെ എൻ്റെ കൈ ഒന്നും അത്യാവശ്യം ചെറിയ രീതിയിലൊന്നും മുറിഞ്ഞായിരുന്നു. ചേട്ടൻ അവിടെ നിന്ന് ചേട്ടൻ, ഞാൻ താഴെ നിന്നിട്ടാണ് കാള ഉണ്ടാക്കണേ, ചേട്ടൻ മുകളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇത്രേ ഉള്ളൂ ആള്, മനസ്സിലായില്ലേ? മിതഭാഷിണിയാണ്. പിന്നെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആള് വേറെ ലെവലാണ്. അപ്പഴി വരും നമ്മളെ കുറ്റങ്ങൾ, നീ ഉഴപ്പാണ്ട. പക്ഷെ അത് പിന്നെ പുള്ളി വേറെ ലെവലാണ്. പക്ഷെ പുള്ളിയുടെ കഴിവൊക്കെ അപാരമാണ്. ഞാനത് ഉണ്ടാക്കിയ സാധനം പുള്ളി ഒരു 1/2 മണിക്കൂർ പുള്ളി ഉണ്ടാക്കി, എനിക്കത് ഉറപ്പാണ്. പുള്ളിയുടെ പെയിന്റിങ് സ്കിൽസ് ഒക്കെ ഭയങ്കര കിടിലമാണ്. ഇപ്പം ഞാന് നാഷണൽസ് ഇപ്പം കോമ്പറ്റീഷൻ, എനിക്ക് ഒരു ടൈമില് പുള്ളി ഇംപ്രസ് ചെയ്യിക്കണമെന്നൊരു ഒരു മോട്ടീവ് ഉണ്ടായിരുന്നു. ആ ഒരു ക്യാമ്പിന് നിൽക്കുന്ന ടൈമില് യൂണിവേഴ്സിറ്റി. അപ്പൊ ആ ടൈമിൽ ഞാൻ പുള്ളിയായിരുന്നു റോൾ മോഡൽ ആക്കി വെച്ചിരുന്നത്. പ്രാവശ്യം പ്രൈസ് കോമ്പറ്റീഷന് സെക്കൻഡ് അടിച്ചപ്പോഴും പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിന് മുന്നേ പുള്ളി ഞാനും തമ്മിൽ ചെറിയൊരു കിറുകിറുപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ മനസ്സിലായില്ലേ? അപ്പം അതിനുശേഷം പ്രൈസ് അടിച്ചതിന് ശേഷം പുള്ളി വന്നിട്ട് എടാ കിട്ടിയല്ലോ ചിലവൊക്കെ ഇല്ലേ, അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സംതൃപ്തിയാണ്. അത് മനസ്സിലായി, നമ്മളിങ്ങനെ റോൾ മോഡലാക്കി വെച്ചേക്കുന്ന ഒരാൾ വന്നിട്ട് അത് പറയുമ്പോൾ ഇപ്പോഴും അങ്ങനെയാണ്. എനിക്ക് എന്ത് ഡൗട്ട് വന്നാലും, ഇപ്പം ഇടയ്ക്ക് ഒരു പ്രോപ്പർട്ടി വർക്ക് ഉണ്ടായിരുന്നു. ആ ടൈമിലും ഞാൻ പുള്ളിയെ വിളിച്ചിട്ടാണ് അപ്രോച്ച് ചെയ്തിട്ട്, ചേട്ടാ ഇതുപോലെയാണ് സംഭവം, എന്ത് ചെയ്യണം? ആദ്യം ഞാൻ സാറേ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പ്രതീക്ഷ സാറെന്ന് വിളിക്കും, ഇപ്പൊ പ്രതീക്ഷ ചേട്ടാന്നാണ് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം പുള്ളിയാണ് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് കാണിച്ചു തന്നത് പുള്ളിയാണ്. ഇപ്പം വേറെ ആരും എനിക്ക് അങ്ങനെ പറയാനായിട്ട് അധികം കണക്ഷൻ ഇല്ല, മനസ്സിലായില്ലേ? ഇപ്പം എനിക്ക് കണക്റ്റഡ് ആയിട്ട് പുള്ളിയാണ് ഞാൻ അങ്ങനെ ഒരു ഐക്കണാക്കി ഇപ്പൊ വെച്ചേക്കുന്നത്. എനിക്കും ഇതേപോലെ പറയാനായിട്ട് അങ്ങനെ ഐക്കൺ ആയിട്ട് പറയാനായിട്ട് ഒരാളില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ചെറുതാകുമ്പോൾ തന്നെ അങ്ങനെ വരയ്ക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് കാണാനായിട്ട് നോക്കി കാണാനായിട്ട് ഒരാളില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വർക്കിനോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് അങ്ങനെ വരച്ചു തുടങ്ങിയ. പിന്നെ എൻ്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, പുള്ളി പണ്ട് ഈ മോഹൻലാൽ, മമ്മൂട്ടി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോർട്രേറ്റ് ചെയ്യാൻ പെൻസിലായിട്ട്. അപ്പം ഞാൻ ആള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ആള് വരുമ്പോൾ പിക്ചർ വരച്ചു കൊണ്ടുവരും. അങ്ങനെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നത് വരയ്ക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കോളേജിൽ എത്തിയപ്പോഴാണ് കൂടുതൽ ഓക്കെ ഇങ്ങനെ ഇത്രയും ഇതുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ആർട്ടിസ്റ്റുകളുണ്ടെന്ന് മനസ്സിലായത്. പിന്നെ അവരുടെ വർക്കുകളൊക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ട്, റോൾ മോഡൽ എന്നുള്ള രീതിയിലല്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഈ സോഷ്യൽ മീഡിയ വരാൻ തുടങ്ങിയപ്പോൾ ഇഷ്ടം പോലെ പോലെ ആൾക്കാരാണ്. എല്ലാവരുടെ ഒരു നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനിൽ പോയിട്ട് ഒരു കല്ലെടുത്ത് മേളിലേക്ക് എറിഞ്ഞ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ തലയിലേ വീഴും. ശരിക്കും അങ്ങനെയാണ്. അതെ, ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ ഈ ആർട്ടിസ്റ്റുകളുണ്ട്, നമ്പർ ഓഫ് ആർട്ടിസ്റ്റുകളുടെ ഇതിലല്ല കഴിവെന്ന് പറയുന്നത്, അവരുടെ ക്രാഫ്റ്റ്, അവരുടെ ഉള്ളിലുള്ള ക്രാഫ്റ്റിലാണ് കഴിവ്. കോപ്പി ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. എനിക്ക് പറ്റും, ആർക്കും വേണം കോപ്പി ചെയ്യാം. പക്ഷെ ആ കോപ്പി ചെയ്ത കാര്യത്തിൽ നിന്ന് പോലും വേറൊരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അത് അവിടെയാണ് ഒരു ആർട്ടിസ്റ്റ് ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്താണ്, അതാണ് ഒരു ആർട്ടിസ്റ്റ് ആവേണ്ടത്. അതെ, ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ആൾക്കാർ വന്നോണ്ടായിരിക്കും ഈ കോപ്പി ചെയ്യാന്നുണ്ടല്ലോ. അപ്പൊ അത് കോപ്പി ചെയ്തിട്ടാവും ചിലപ്പോൾ ഇത്രയധികം. ഞാൻ പറയുന്നത് എല്ലാരും കോപ്പി ചെയ്യണം, എല്ലാരും ട്രൈ ചെയ്യണം, എല്ലാരും ചെയ്യട്ടെ. നമ്മൾ ആരെയും തള്ളിക്കളയാൻ പറ്റില്ല, എല്ലാരും ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതാണ്, ഞാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ എന്നാൽ അതെ, എല്ലാരും ട്രൈ ചെയ്യണം, എല്ലാരും ചെയ്യണം, എല്ലാരും ആർട്ടിസ്റ്റുമാരാണ്. എല്ലാവരുടെ ഉള്ളിൽ ഒരു ഉറങ്ങിക്കിടക്കുന്ന വേറൊരാളുടെ വർക്ക് കണ്ടിട്ടാണല്ലോ അത് കണ്ട് ഇൻസ്പയർ ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അതെ, പക്ഷെ നമ്മുടേതായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് നമ്മൾ അതിന്റെ അകത്ത് വരണം. അവിടെയാണ് നമ്മുടെ വാല്യൂ ഓഫ് ആൻ ആർട്ടിസ്റ്റ്, അവിടെയാണ് വരേണ്ടത്. റോബിന്റെ കേസ് പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു റോൾ മോഡൽ ഈ കാര്യത്തിൽ വരുന്നത് ഡാവിഞ്ചി. ഡാവിഞ്ചി എന്ന് പറയുന്ന വ്യക്തി ആളുടെ ലെഫ്റ്റും റൈറ്റും ഒരേപോലെ വർക്ക് ചെയ്യുന്നു. ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും സെയിം ടൈമിൽ ഒരേപോലെ വർക്ക് ചെയ്യുന്നൊരു വ്യക്തി. അത് പുള്ളി ടാക്ടിക്കലായിട്ട് യൂസ് ചെയ്യും, ലോജിക്കലായിട്ട് യൂസ് ചെയ്യും, അതുപോലെ തന്നെ ആർട്ട്പരമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ ഒരു വ്യക്തിയാണ് പുള്ളി. ഈ പറഞ്ഞ പോലെ തന്നെ പ്ലെയിനിന്റെ ഒക്കെ ചില സംഭവങ്ങൾ വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ലിഖിതങ്ങളൊക്കെ കാണാം.
ആർട്ടിസ്റ്റ് മാത്രമല്ല, സയന്റിസ്റ്റ് ആ ഒരു ലൈനും കൂടെ ആയിരുന്നു. അതെ, പക്ഷെ പുള്ളി ആർട്ടും ചെയ്യുന്നുണ്ട്. അതെ. എനിക്കും ചില സമയത്ത് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാം. എനിക്ക് നമ്മൾ ഓരോന്ന് ചെയ്തു വരുമ്പോഴാണല്ലോ അത് ഫീൽ ചെയ്യുക. അത് ഫീൽ ചെയ്ത് നമുക്ക് എങ്ങനെ ഈ ആർട്ടും ക്രാഫ്റ്റും ഈ ലോജിക്കലായിട്ടുള്ള ഒരു മെക്കാനിസംസും എങ്ങനെ മിക്സ് ചെയ്യാ എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ഫീൽ. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ആർട്ടും ക്രാഫ്റ്റും ഈ മെഷീൻസും മിക്സ് ചെയ്തിട്ടാണ് എന്റെ വർക്കുകൾ വരുന്നത്. മെഷീൻസ് ഈവൻ ഇപ്പൊ ക്യാമറ ആണെങ്കിലും എല്ലാം എങ്ങനെ മിക്സ് ചെയ്യാം, അത് എങ്ങനെ ആർട്ടിലോട്ട് കൊണ്ടുവരാം, അങ്ങനെയാണ്. ഡാവിഞ്ചി ആണ് എന്റെ ഒരു റോൾ മോഡൽ. ക്രിയേറ്റീവ് ഉണ്ടായത്. മിക്സ് ചെയ്യാമെന്ന് പഠിച്ചോണ്ട് അത് നമ്മള് വന്നു പോകുന്നതാണ് കേട്ടോ നമ്മളത്. അതെ 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 അതെ. ഞാനൊരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇതുപോലെ. എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഇൻസ്പയർഡ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോൾ എങ്ങനെ ഇതൊരു പുതുമ അതിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ, പുറത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല വേറെ എവിടെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാലും ഇത് ഇന്നൊരാളാണെന്നുള്ളത്, ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആണ് ഇന്നൊരാളാണെന്നുള്ളത് അറിയണം, റെക്കഗ്നൈസൺ ആൾക്കാർ. അപ്പോൾ അതാണ് എൻ്റെ ഗോൾ എന്ന് പറയുന്നത്. പക്ഷെ അത് റെക്കഗ്നീഷനപ്പുറം സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ അതെ അതെ, എനിക്ക് അതിലാണ് കുറച്ചും കൂടെ അതായിട്ട് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ചെയ്യുന്ന വർക്ക് ഒരു 10 പേരിൽ ഒരു 5 പേര് നല്ലതാണെന്ന് പറഞ്ഞാൽ ആവറേജ്. അപ്പോൾ ഞാൻ അങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളൂ. അതായത് എനിക്ക് ഹയർ ആയിട്ടൊന്നും വേണ്ട, ചെയ്യുന്ന വർക്ക് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല, കുഴപ്പമില്ല, സംഭവം കുഴപ്പമില്ല. അത് പറഞ്ഞത് അത് എന്റെ ഒരു ഫീൽ അതാ. അത് കൂടുതൽ പറയുവാണെങ്കിൽ സന്തോഷം. ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാട് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. ചേർന്നാതിന്നായിരിക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടണം അല്ലേ? അതായിരിക്കും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അതൊരു സെലിബ്രിറ്റി ഇമേജ് ആണല്ലേ. അതെ, അത് മാത്രമല്ല പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പിന്നെയും വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ്. എനിക്ക് പറയുവാണെങ്കിൽ ഞാൻ ഇപ്പം ചെയ്യുന്ന സംഭവങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ റീൽസ്, വൈറലായ റീൽസ് എല്ലാം ചെറിയ ചെറിയ സംഭവമാണ്. അത് ചുമ്മാ ഒരു പോസ്റ്റ് കാർഡിൽ വരച്ച്, പക്ഷെ അതിൻ്റെ ബാക്കിലുള്ള മോട്ടീവ് വേറെയാണ്. നമ്മൾ ആർട്ടിസ്റ്റിക് പരമായിട്ട് മാത്രം സംസാരിക്കുന്നതുകൊണ്ടാണ് അത് മാത്രം ഞാൻ പറയണത്. അത് ബാക്കിലുള്ള മോട്ടീവ് വേറെയാണ്. പക്ഷെ ഇപ്പം എന്തോ ബാക്കിയുള്ള ഒരു ആർട്ടിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയൊരു സാധനമല്ല. മനസ്സിലായില്ലേ? ചെറിയൊരു 10 മിനിറ്റിൽ നമ്മളൊരു പോർട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നു, അത് ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. അപ്പം കമ്പയർ ചെയ്യാൻ പറ്റും അത് അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളുമായിട്ട്. അപ്പം ഞാൻ അല്ലാണ്ട് വേറെ എന്തുവാ റിയലിസ്റ്റിക് ആർട്ടൊക്കെ ചെയ്യാറുണ്ട്, റിയലിസ്റ്റിക് പോർട്രേറ്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇത് ഒരു കോണ്ടന്റ് ആണ്, പക്ഷെ അതിന്റെ ബാക്കിൽ വേറൊരു മോട്ടീവും ഉണ്ട്. മനസ്സിലായില്ല? അങ്ങനെ ഒരു ചെയ്യുന്ന സംഭവമാണ് ഇപ്പോൾ. പക്ഷെ ഞാനൊരു 3 വർഷമായി ഏകദേശം ഒരു പോർട്ട്ഫോളിയോ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യുമ്പോൾ പക്കയായിരിക്കണം. നമ്മളെ പോർട്ട്ഫോളിയോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു വർക്കായിരിക്കണം. അങ്ങനെ ചെയ്തു തുടങ്ങി അത് പക്ക ഒരു നീറ്റ് സാധനമായിരിക്കണം, എവിടെയെങ്കിലും കയറി പോകണം. അങ്ങനെ ഒരു തീമിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. കുറേ കാലം ഇങ്ങനെ ചിന്തിച്ചു, ഒന്നും കിട്ടിയില്ല. ഇടയ്ക്ക് പിന്നെ ഈ ഇസ്രായേൽ ആ ഒരു സമയം വന്നപ്പോൾ എൻ്റെ കയ്യിൽ ക്യാൻവാസ് വാങ്ങിക്കാനുള്ള കാശില്ല. അപ്പം ഞാൻ ത്രിഫ്റ്റ് ചെയ്തു. വേറൊരിടത്ത് ഒരു വർക്ക് പോയ സംഭവം. അപ്പം ക്യാൻവാസിൻ്റെ പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, പിന്നെ പെയിൻറ്റ് ചെയ്യാൻ പറ്റും, റീപെയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അവിടെ നിന്ന് ഞാനൊരു 3 എണ്ണം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, അത്യാവശ്യം വലിയ ക്യാൻവാസ്. പിന്നെ അല്ലാണ്ട് ഒരു വലിയൊരു 6 ഫീറ്റിൻ്റെ ഒരു ക്യാൻവാസ് വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്, ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പം അതിലൊരു ഓയിൽ പെയിൻറ്റ് ചെയ്യണം 3 എണ്ണത്തിലും. 3ഉം ഒരേ സീരീസ് ആയിരിക്കണം. അതിൻ്റെ ഒരു ഐഡിയ ഒരു ബിബ്ലിക്കൽ ആയിട്ടുള്ളൊരു സാധനം, ബൈബിള് പരമായിട്ടുള്ളൊരു സാധനം കിട്ടിയിട്ടുണ്ട്. കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കും, കോൺട്രവേഴ്ഷ്യൽ ആണല്ലോ എല്ലായിടത്തും കത്തിക്കയറുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ അല്ല, എൻ്റെ ഒരു ചെറിയൊരു ഗോളാണ്. ഒരു 10 വർഷത്തിന് ശേഷം ഇന്ത്യക്കകത്തുനിന്ന് പുറത്തുള്ള ഒരാൾ ആർട്ടിസ്റ്റുകളുടെ ഒരു എണ്ണം നോക്കുമ്പം ഒരു 10 പേർക്കിടയിൽ എൻ്റെ പേര് വരണം, മെസ്സി മിഡാസ് എന്നുള്ളൊരു പേര് വരണം. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പം ഒരു പോർട്ട്ഫോളിയോ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. ചെയ്യുമ്പം അതൊരു ആറ്റം സാധനമായിരിക്കണം. അതിനാണ് വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ചെയ്യാന്നൊക്കെ ഇങ്ങനെ മെന്റലി നമുക്ക് അറിയായിരിക്കും, ചേട്ടനൊക്കെ കണക്ട് ആവുമായിരിക്കും. നമ്മൾ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആവണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കമ്മീഷന്റെ വർക്ക് വരും, നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാശ് മുഖ്യം പിടിക്കില്ലേ? മനസ്സിലായില്ലേ? അപ്പം ആ ഒരു സമയത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചാടും. അപ്പോഴും നമ്മൾ ഈ വർക്ക് നമ്മൾ പിന്നെ ഒരു കണക്ഷൻ പിന്നെയും പറഞ്ഞ ടൈം എടുക്കും, കണക്ട് ആവുമായിരിക്കും നിങ്ങൾക്ക്. മനസ്സിലായില്ല? അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അങ്ങനെ വേണ്ടിയിട്ട് ഞാൻ ക്യാൻവാസ് ഒക്കെ എടുത്ത് ഗ്രിഡൊക്കെ ചെയ്തൊക്കെ താഴെ കൊണ്ട് വെക്കും. അപ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും ഒരു പണി വരും, പിന്നെ അങ്ങനെ പോകും. അപ്പം
ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവും, മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയൊരു പരിപാടി ചെയ്യണം, ഇതാണ് എൻ്റെ ഗോൾ. പക്ഷേ ദൈവം എന്താണ് വിധിച്ചിട്ടുള്ളതെന്ന് അറിഞ്ഞുകൂടാ. ഒരു കാര്യം ആലോചിക്കണം, ഞാൻ കൊമേഴ്സ് ഫീൽഡിൽ നിന്ന് ഒരു കണക്ഷനും ഇല്ല. ഞാൻ അവിടെ നിന്നാണ്, ഇതിന് വേണ്ടിയിട്ട് കണക്ഷൻ വേണ്ട. വീട്ടുകാരും മനസ്സിലായില്ലേ, വീട്ടുകാരും ഇതുമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണ്. എന്നിട്ട് ദൈവം തട്ടി ഇതിലോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ അപ്പം എവിടെ എത്തുമെന്ന്. കാര്യം ഞാൻ 10ാം ക്ലാസ്സിൽ, എനിക്ക് അങ്ങനെ പറയണതല്ല, 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് +1 + 2 ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് സിവിൽ സർവീസിന് പോകാനായിരുന്നു. എനിക്കപ്പോൾ ഒരു സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി. ഞാൻ 10ാം ക്ലാസ്സിൽ പോവുമായിരുന്നു കോച്ചിങ്ങിനൊക്കെ. അപ്പം എൻ്റെ ഐഡിയ ഫുൾ അതായിരുന്നു, സിവിൽ സർവീസ്, IAS ഇതൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് തട്ടിയാണ് എന്നെ ഇപ്പൊ ഇവിടെ കൊണ്ടിട്ടേക്കണേ. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ ദൈവം എവിടെ കൊണ്ടിടുമെന്ന്. അപ്പം എന്തായാലും നല്ലതിന് വേണ്ടിയിട്ട് ഇതാണ് എൻ്റെ പ്ലാൻ. നമുക്കൊരു പ്ലാൻ വേണമല്ലോ, അതിനനുസരിച്ച് പ്രവർത്തിക്കാം, അത്രേ ഉള്ളൂ. എനിക്ക് വേറൊരു കാര്യം കൂടെ അറിയാമെന്ന് വെച്ചാൽ, ഞാൻ പിന്നെ ഈ കുറെ എക്സ്പെരിമെന്റൽ സാധനങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. വെച്ചാൽ ഇപ്പോൾ ഒരു ക്യാൻവാസിൽ അല്ലെങ്കിൽ പേപ്പറിൽ വരയ്ക്കാന്നല്ലാതെ അതിനെ പുറത്ത് എവിടെയൊക്കെ നമുക്ക് ആർട്ട് വർക്ക് നമ്മൾ ചെയ്യാൻ പറ്റും, പിന്നെ ഏതൊക്കെ തരത്തിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറ്റും, അതും കൂടെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള വിഷയമാണ്. എന്ന് വെച്ചാൽ എക്സ്പ്ലോർ ചെയ്യണം കുറേ മെറ്റീരിയൽസും, പിന്നെ അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. എനിക്കും ഇതുപോലെ എൻ്റെ ഫ്രണ്ട്സിന്റെ ഈ ഗ്യാങ്ങിന്റെ അകത്ത് എന്നെ സ്റ്റോണർ എന്നാണ് അറിയപ്പെടുക. ആക്ച്വലി അത് വേറൊന്നും കൊണ്ടല്ല, കല്ലിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കല്ലിൽ കുറെ വെറൈറ്റി ഓഫ് സാധനങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് എനിക്ക്. പിന്നെ കുറെ ഞാൻ വുഡിന്റെ വർക്ക് ചെയ്യാറുണ്ട്. സോ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള ഫർണിച്ചേഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അത്രയും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് വേറെ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വലിയൊരു ഷോപ്പ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ബേസ് ചെയ്തിട്ട് അത്രയും ബ്യൂട്ടിഫുൾ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു റിസോർട്ട്, അങ്ങനെ ഒരു സാധനം എൻ്റെ ഉള്ളിലുണ്ട് ചെയ്യണം എന്നുള്ള. അതായത് ആളുകൾ പുറത്ത് ഈ ഫോട്ടോസ് കാണുമ്പോൾ വാവ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ആ സാധനം ഇവിടെ എനിക്ക് കൊടുക്കണം, എനിക്ക് പറ്റും, എനിക്ക് പറ്റും, എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, എനിക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അത് എത്തിപ്പെടാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോഴുള്ള ലൈബിലിറ്റീസ് ഒക്കെ തീർത്തിട്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത്, മെഷീന്റെ സൗണ്ട് കേട്ടാൽ ആരും കംപ്ലൈന്റ് ചെയ്യാത്ത ഒരു സ്ഥലത്ത് പണിയെടുക്കണം, അവിടെ കിടന്ന് ഉറക്കണം. ഇല്ല, എനിക്ക് അതേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഒട്ടും തന്നെ ആളുകളൊന്നും വരാത്തൊരു സ്ഥലത്ത് ഒരു ഓഫ് റോഡ് വണ്ടി, ഓക്കെ, എന്റെ കല്ല് കയറ്റി വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടി, അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അവിടെ പീസ്ഫുൾ ആയിട്ട് മെഷീന്റെ സൗണ്ട് കേട്ടിട്ട് ആരും കംപ്ലൈന്റ് ചെയ്യാത്തൊരു സ്ഥലത്ത് പീസ്ഫുൾ ആയിട്ടിരിക്കാം. വേറെ ഒന്നും നിലവിൽ പ്ലാൻ ഇല്ല. അതെ, ഫ്യൂച്ചർ എല്ലാവരും നല്ല നിലയിലെത്തട്ടെ.